എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വിഷയം തൈറോയിഡാണ്. തൈറോയിഡിൻ്റെ അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും എങ്ങനെ ഓപ്പറേഷനും മരുന്നുകളും കൂടാതെ തരണം ചെയ്യാം എന്നുള്ളതാണ് വിഷയം. ആദ്യമായിട്ട് ഡോക്ടർ ജോളിയോട് ചോദിക്കാനുള്ളത്, ഈ തൈറോയിഡ് എന്ന് പറയുമ്പോൾ സാധാരണ ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. പണ്ടൊക്കെ എന്തോ എടുത്ത് മാറ്റുന്നത് വളരെ എളുപ്പമായിട്ട് കണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു അവയവമായിട്ടാണ് കണ്ടിരുന്നത്. അപ്പം എന്താണ് തൈറോയിഡിന്റെ പ്രസക്തി? തൈറോയിഡ് നമുക്ക് എല്ലാം അറിയാം, നമ്മുടെ തൊണ്ടയുടെ മുൻവശത്തിരിക്കുന്ന ഒരു ഗ്ലാൻഡാണ്. എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയും, അന്തർസ്രാവി ഗ്രന്ഥി എന്ന് പറയും. അത് പണ്ടൊക്കെ ഏറ്റവും കൂടുതൽ അതിൽ മുഴകളായിരുന്നു വന്നിരുന്നത്. അപ്പം മുഴ ഒത്തിരി വലുതായി വന്നു കഴിയുമ്പോൾ അത് എടുത്തു കളയുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അപ്പം നമ്മളിപ്പം ഈ അനസ്തീസിയൊക്കെ പുരോഗമിച്ച് മുഴയുണ്ടെങ്കിൽ എന്ത് മുഴയുണ്ടെങ്കിലും അത് എടുത്തു കളയുക എന്നുള്ളതായിരുന്നു. അല്ല, അപ്പം ആ ഒരു ഇതായിരുന്നു. അന്ന് നമുക്ക് മെഡിക്കൽ നോളജും വളരെ കുറവായിരുന്നു. പിന്നെ എടുത്തു കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു തൈറോക്സിൻ, ലിവോതൈറോക്സിൻ എന്ന് പറഞ്ഞ ഒരു മരുന്ന് കഴിക്കുക എന്നുള്ളതാണ്. അത് പിന്നെ ജീവിതകാലം മുഴുവൻ കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇപ്പം നമുക്ക് തൈറോയിഡിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. അതിൻ്റെ ലിവോതൈറോക്സിൻ പോലെയുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ ഉണ്ടാകാവുന്ന സൈഡ് ഇഫക്ട്സും ഒക്കെ നമ്മളിപ്പോഴാണ് മനസ്സിലാക്കി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിയുന്നത് പണ്ട് നമ്മളുടെ ഒരു മെഡിക്കൽ സയൻസും ഈ സർജിക്കൽ സ്പെഷ്യാലിറ്റി അനസ്തീസിയൊക്കെ ഇമ്പ്രൂവ് ചെയ്തൊരു കാലത്ത് കൂടുതൽ വന്നപ്പം നമ്മൾ എന്തുകൊണ്ടെങ്കിലും ഓപ്പറേഷനും കൂടി എടുത്തു കളയുക എന്നുള്ളൊരു ആപ്റ്റിറ്റ്യൂഡായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. അത് കുറച്ചും കൂടെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായതോടെ അതിനെല്ലാം റീറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ടെൻഡൻസി വരുന്നത്. കാരണം തൈറോയ്ഡ് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഓർഗനാണ്. കൊച്ചു കുട്ടികൾക്ക് നമുക്ക് തൈറോയിഡിൻ്റെ ഒരു ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അറിഞ്ഞില്ലെങ്കിൽ, ഉണ്ടായി ഉടനെ ഹോർമോണിൻ്റെ സപ്ലിമെൻറ്റ് ചെയ്തില്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ മെൻ്റൽ റിട്ടാർഡേഷൻ വരും. അതായത് ബുദ്ധി ഒരിക്കലും വികസിക്കുകയില്ല പിന്നെ. അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ഒരു ഹോർമോണാണ് തൈറോയ്ഡ് ഹോർമോൺ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനത്തെ ഓർഗൻസിനെ എടുത്തു കളയുക എന്നുള്ളതല്ല. പിന്നെ തൈറോയ്ഡ് ഉണ്ടാക്കുന്നത് തൈറോയ്ഡ് ഹോർമോൺ മാത്രമല്ല, നമ്മൾ ഈ T3 T4 എന്ന് പറയുന്നത് മാത്രമല്ല, അതുകൂടാതെ ഒരു കാൽസിറ്റോണിൻ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ പാരാതൈറോയ്ഡ് എന്നും പറഞ്ഞ് തൈറോയിഡിനകത്ത് തന്നെ ഇരിക്കുന്ന വേറൊരു ഗ്ലാൻഡ് ഉണ്ട്, അത് പാരാതൈറോയ്ഡ് ഹോർമോൺ ഉണ്ട്. തൈറോയ്ഡ് ഹോർമോൺ നമ്മളുടെ ബോഡിയുടെ മെറ്റബോളിസം, നമ്മുടെ ബോഡി ഒരു കെമിക്കൽ ഫാക്ടറിയാണെന്ന് പറയും ഓരോ സെല്ലും. അപ്പോൾ ഓരോ സെല്ലിനകത്തെയും കെമിക്കൽ റിയാക്ഷൻസ് കറക്റ്റായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ തൈറോയ്ഡ് ഹോർമോൺ വേണം. അതുകൂടാതെ ഈ കാൽസിറ്റോണിനും പാരാതൈറോയ്ഡ് ഹോർമോൺ എന്നുള്ളത് കാൽസ്യത്തിൻ്റെ മെറ്റബോളിസത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് കാൽസ്യം നമ്മുടെ ബോഡിയിലെ എല്ലാ മസിലുകളുടെയും ആക്ടിവിറ്റി, ഒരു കാൽസ്യം ചാനൽ എന്ന് പറയും, അത് വെച്ചിട്ടാണ് കാൽസ്യത്തിൻ്റെ ഫ്ലോ അനുസരിച്ചാണ് നമ്മുടെ മസിൽ കൺട്രാക്ട് ചെയ്യുകയും വികസിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓടാനും ചാടാനും നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് മാത്രമല്ല, നമ്മുടെ ഹാർട്ടിൻ്റെ ബീറ്റിങ്, രക്തക്കൊഴലുകളിലൂടെയുള്ള രക്തത്തിൻ്റെ ഒഴുക്ക്, അതുപോലെ ഇൻഡസ്റ്റൈൻ്റെ, നമ്മുടെ വയറിൻ്റെ ഫങ്ഷൻസിനെല്ലാം കാൽസ്യം അത്യാവശ്യമാണ്. അപ്പോൾ ഈ കാൽസ്യം മെറ്റബോളിസത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ 2 ഹോർമോണാണ്. അപ്പോൾ ഇതൊക്കെ ഇല്ലാതെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വരും എന്നുള്ളതാണ്. ഈ തൈറോയിഡിന്റെ കാര്യത്തിൽ പലപ്പോഴും ഈ തൈറോയിഡിന്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണെന്നാണ് പറയാറ്. എന്താണെന്ന് വെച്ചാൽ പല ലക്ഷണങ്ങളും വേറെ അസുഖങ്ങൾക്കും ഉള്ള ലക്ഷണങ്ങൾ തന്നെയായിരിക്കും തൈറോയിഡിൻ്റെ. അപ്പോൾ ശരിക്കും ഈ നമ്മളുടെ തൈറോയിഡിൻ്റെ, പ്രത്യേകിച്ച് ഈ മറ്റേ ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളുള്ളവരുടെ എണ്ണം ഇങ്ങനെ കൂടി വരുന്ന പോലെ ഉള്ള സാഹചര്യത്തിൽ അങ്ങനെയുള്ളവർ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് അവർക്ക് ഉള്ള ബുദ്ധിമുട്ട് ഈ തൈറോയിഡ് കാരണമാണോ ഇല്ലെന്ന്? ഇപ്പം നമ്മൾ രോഗലക്ഷണങ്ങൾ എന്ന് പറയുമ്പം നമ്മളെപ്പോഴും പെട്ടെന്ന് തിരിച്ചറിയുന്ന വേദന വരണം, അല്ലെ പനി വരണം, അല്ലെങ്കിൽ ചൊറിച്ചിലോ തടിപ്പോ മുഴകൾ വരണം. പിന്നെയുള്ളത് നമുക്ക് ക്ഷീണമായിരിക്കും. ഇതെല്ലാം രോഗലക്ഷണങ്ങൾ എന്ന് പറയുമ്പം ഇതെല്ലാം കോമൺ ആയിട്ടാണ് വരുന്നത്.
അതില് ഇപ്പൊ തൈറോയ്ഡ് ഒന്നും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഓട്ടോഇമ്യൂൺ ഡിസീസ് തന്നെ അവിടെ ഒരു മുഴ കാണുകയില്ല. ആകെ ഗോയിറ്റർ, അതായത് നമ്മളുടെ അയഡിൻ ഡെഫിഷ്യൻസി കൊണ്ടോ വരുന്ന മുഴകൾ മാത്രമേ ഒരു മുഴയായിട്ട് വരുള്ളൂ. മറ്റതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ വളരെ ചെറിയതായിരിക്കും, നമുക്ക് കാണാൻ മാത്രം ഉണ്ടാവില്ല. പിന്നെ തൈറോയിഡിന്റെ മുഴ വന്നാലും ഒന്നും വേദനയൊന്നും സാധാരണ നിലയിൽ ഉണ്ടാകുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അറിയാൻ താമസിക്കും. ആകെ ക്ഷീണം മാത്രമേ ഉള്ളൂ. ക്ഷീണം ഏത് രോഗം വന്നാലും, അപ്പം ഡയബറ്റീസിന്റെ തുടക്കത്തിൽ ക്ഷീണമായിരിക്കും, ലിവറിന് പ്രശ്നം വന്നാൽ ക്ഷീണമായിരിക്കും, ഏത് രോഗത്തിനും ക്ഷീണം വരും. അപ്പൊ നമ്മൾ അതുകൊണ്ട് തന്നെയാണ് തിരിച്ചറിയാതെ പോകുന്നത്. ക്ഷീണം നമുക്ക് ഒരു എല്ലാത്തിനും ഒരു മടി, ഒന്നും ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെ മെമ്മറി കുറയുന്നു, ഇതൊക്കെ തോന്നുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം തൈറോയിഡിന്റെ കുറവുകൊണ്ടാണ്. തൈറോയിഡിന്റെ കൂടുതലാണ് പിന്നെ വരാവുന്നത്. തൈറോയിഡിന്റെ കൂടുതൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് മെറ്റബോളിക് ഹോർമോൺ ആണല്ലോ, അവിടെ ഒന്നിന്റെ കുറവാണ്, ഒന്ന് കൂടുതലാണ്. അപ്പം ഹാർട്ട് ബീറ്റ് കൂടുക, നെഞ്ചിടിപ്പ് വർദ്ധിക്കുക, ക്ഷീണിക്കുക, ശരീരം മെലിഞ്ഞു പോവുക ഒക്കെയാണ്. അതുപോലെ കണ്ണ് തള്ളി വരുന്നതല്ലോ, ശരീരം കണ്ണ് തള്ളി വരുന്ന, ഇതൊക്കെയാണ് ഈ ഹൈപ്പർ തൈറോയിഡിസം. അതും ഒരു ഓട്ടോഇമ്യൂൺ ഡിസീസാണ്. ഹൈപ്പർ തൈറോയിഡിസ് ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയുന്നതിന്റെ ലക്ഷണം ഇതൊക്കെ. അപ്പം മറ്റേതിനാണ് ഹൈപ്പോയ്ക്കാണെങ്കിൽ ക്ഷീണമായിരിക്കും, എപ്പോഴും അനങ്ങാതിരിക്കുക, വണ്ണം വെക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ തിരിച്ചറിയും. ഇന്നിപ്പം ഇതിനൊക്കെ തിരിച്ചറിയാനായിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ടെസ്റ്റുകളുണ്ട്. നമുക്ക് ഇന്ത്യയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ടെസ്റ്റുകളൊക്കെ ആർക്ക് വേണേലും നേരെ പോയി വേണേലും ചെയ്യാൻ പറ്റും. പിന്നെ കോസ്റ്റും കുറവാണ്. അതേസമയത്ത് ഇപ്പം അമേരിക്കയിലുള്ള ഒരാൾക്ക് ക്ഷീണം വന്നെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, എന്നാൽ എനിക്ക് തൈറോയ്ഡ് ആണെന്ന് അറിയണമെങ്കിൽ തന്നെ അവർക്ക് അതിൻ്റെ ഒത്തിരി ഫോർമാലിറ്റീസ് ഉണ്ട്. ഫിസിഷ്യനെ കാണണം, ഫിസിഷ്യന് തന്നെയാണെങ്കിലും പല പ്രാവശ്യം എഴുതാൻ പറ്റില്ല, അവർക്ക് ചെക്ക് ചെയ്യണം അവർ ഇൻഷുറൻസ് ഉണ്ടോയെന്ന്. ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഭയങ്കര റേറ്റ് ആയിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അങ്ങനെ, നമ്മൾ ഇന്ത്യൻസിന് അങ്ങനെ പല ബെനിഫിറ്റ്സും ഉണ്ട് ഹെൽത്ത് കെയറിന്റെ കാര്യത്തിൽ. അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം. കമ്പാരിറ്റീവ്ലി വളരെ എളുപ്പത്തിൽ തന്നെ കണ്ടുപിടിക്കാവുന്ന കാര്യമാണ്. ഈ തൈറോയിഡിന്റെ കാര്യം പറയുമ്പോൾ സാധാരണ കേൾക്കാറുണ്ട്, അതിന് ഈ പാരമ്പര്യത്തിന് വലിയൊരു പങ്കുണ്ട് തൈറോയിഡ് പ്രോബ്ലംസിൽ. അത് എത്രമാത്രം ശരിയാണ്? പിന്നെ അങ്ങനെ പാരമ്പര്യമായിട്ട് വരുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ അതിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യാനുണ്ടോ? മിക്കവാറും എല്ലാ രോഗങ്ങൾക്കും ഒരു പാരമ്പര്യ ഘടകവും ഉണ്ടാവും, ഒരു ജീവിതശൈലി ഘടകവും ഉണ്ടാവും. അപ്പം നമ്മളുടെ പാരമ്പര്യം എന്ന് പറയുന്നത് നമ്മളുടെ ബോഡി ഫങ്ഷൻ ചെയ്യുന്നത്, നമ്മളുടെ എല്ലാ സെല്ലും, നമ്മളുടെ 50 ട്രില്യൺ സെൽസ് ആണ് ഓൾമോസ്റ്റ് നമ്മളുടെ ഓരോ ബോഡിയിലും ഉള്ളത്. അത് എല്ലാ സെല്ലിനും ഒരു ഒരു എങ്ങനെയാണ് അത് വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് ഇതെല്ലാം മെറ്റബോളിസം. മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷനാണ്. അതിനൊരു ഓപ്പറേഷൻ മാനുവൽ ഉണ്ട്. ഈ ഓപ്പറേഷൻ മാനുവൽ അനുസരിച്ച് ആണ് ഇത് പ്രവർത്തിക്കുന്നത്. ഓപ്പറേഷൻ മാനുവൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ജെനറ്റിക്സ് ആണ്. അപ്പൊ ജെനറ്റിക്സിൽ എന്തെങ്കിലും തകരാറുകൾ വന്നിരിക്കും, അതായത് എന്തെങ്കിലും ഘടകങ്ങൾക്കൊക്കെ ഒരു ചെറിയ ഡീവിയേഷൻ വന്നിട്ടുണ്ടാകും. അതാണ് മ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളത് നമ്മളുടെ പേരൻസിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടോയെന്ന്. അപ്പൊ അച്ഛനോ അമ്മയ്ക്കോ തൈറോയ്ഡ് ഉണ്ടെങ്കിൽ മക്കൾക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഡെഫിനറ്റ്ലി നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഒരു പാരമ്പര്യ ഘടകമോ, അപ്പോൾ അത് തന്നെ മൾട്ടിപ്പിൾ ഒന്നല്ല, ഒരു ജീനൊന്നും അല്ല ഡിസൈഡ് ചെയ്യുന്നത്. ഇതൊക്കെ മൾട്ടിപ്പിൾ ജീൻസ് ആണ്. അതിനൊപ്പം നമ്മളുടെ ജീവിതശൈലി ഘടകങ്ങളും കൂടി കൂടി വരുമ്പോൾ മാത്രമേ ഇത് എക്സ്പ്രസ് ചെയ്യുള്ളൂ. അപ്പൊ ഒരാൾക്ക് ഒരു പാരമ്പര്യ ഘടകം ഉണ്ടെങ്കിൽ, അത് തൈറോയ്ഡ് ആണെങ്കിലും ഡയബറ്റീസ് ആണെങ്കിലും ഏതിലാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവർ ജീവിതശൈലി കറക്റ്റ് ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളതാണ്. അപ്പം തൈറോയ്ഡ് രോഗം വരാൻ സാധ്യതയില്ല പേരൻസിനൊന്നും ഇല്ലെങ്കിൽ അവരുടെ പെട്ടെന്ന് വരാൻ, കുറച്ചൊക്കെ ജീവിതശൈലി തെറ്റിയാലും തൈറോയ്ഡ് വരണമെന്നില്ല. പക്ഷെ അവർക്ക് ചിലപ്പോൾ ഡയബറ്റീസ് ആയിരിക്കും വരുന്നത്. അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവും. ആരും പെർഫെക്റ്റ് ആവണമെന്നില്ല. പിന്നെ ഫൈനലി വരുമ്പോൾ നമ്മൾ നമ്മുടെ ബോഡി എത്ര കെയർ എടുക്കുന്നു എന്നുള്ളതാണ്. നമ്മളുടെ ബോഡിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിയെടുക്കാനും. അത് മനസ്സിലാക്കിയെടുക്കാന്ന് പറഞ്ഞാൽ ഇന്നിപ്പം വളരെ നമുക്ക് ഡയഗ്നോസ്റ്റിക്സ് ഒത്തിരി അഡ്വാൻസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അതിനും പലരും ഉണ്ട്, പലപ്പോഴും ഈ ജെനറ്റിക്സ് ടെസ്റ്റും ഒക്കെ ചെയ്തിട്ട് വരുന്നത്. ജെനറ്റിക്സ് ടെസ്റ്റിന്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ജെനറ്റിക്സ് ടെസ്റ്റ് അല്ല, നമ്മളുടെ
മെറ്റബോളിസത്തെ ഡിസൈഡ് ചെയ്യുന്ന ടെസ്റ്റുകളാണ്. അതിന് മെറ്റബോളിസം, ഇമ്മ്യൂണിറ്റി, അലർജി, ഈ കാര്യങ്ങളാണ് നമുക്ക് കൂടുതൽ അറിയേണ്ടത്. ജെനറ്റിക്സിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അതിനെ നമ്മൾ ഫൈനലി തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ മെറ്റബോളിസം കറക്റ്റാക്കി കൊണ്ടുപോകണം. അപ്പൊ അതിന് വേണ്ട ഘടകങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുത്ത് അതനുസരിച്ച് നമ്മുടെ ബോഡിയെ നമ്മളുടെ ജീവിതശൈലി കറക്റ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഇതിൽ വേണ്ടി വരുന്നത്. ഇപ്പൊ ഈ തൈറോയിഡിന്റെ പ്രോബ്ലം പറയുമ്പോൾ തൈറോയിഡിന്റെ ഹോർമോണിന്റെ കൂടുതലുള്ളതുകൊണ്ട് ഉള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ അതിന്റെ കുറവുള്ളതുകൊണ്ടുള്ള പ്രോബ്ലംസും വരുന്നുണ്ടല്ലോ. ഈ കൂടുതലായാലും കുറവായാലും ക്ഷീണം കൂടുതലാണ് രണ്ടു കൂട്ടർക്കും സംഭവിക്കുന്നതെന്ന് പറയുന്നു. അത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? ബേസിക്കലി കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും ഈ ക്ഷീണത്തിന് കാരണം നമ്മുടെ റൂട്ട് കോസ് ആണ്. അത് ഓട്ടോഇമ്യൂൺ ഡിസീസ്, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തെറ്റിക്കിടക്കുക. ഇമ്മ്യൂൺ സിസ്റ്റം ആണ് എല്ലാ കാര്യത്തിലും. ഇപ്പം മെറ്റബോളിസം നടന്ന് ഓവറായി പോയാലും ആവശ്യം കൂടുതലാണെങ്കിലും നമ്മുടെ സെല്ലുകൾക്കൊന്നും ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ തൈറോയ്ഡ് ഹോർമോൺ കൂടിയിട്ട് ആകെ ഓരോ സെല്ലും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഹൈപ്പോതൈറോയിഡിസം വരുമ്പോൾ തൈറോയിഡിന്റെ ആ സെല്ലുകൾക്ക് മാത്രമല്ല, നമ്മുടെ ഹോൾ ബോഡിക്ക് വേണ്ട എനർജി കിട്ടാതെ ഉണ്ടാക്കാൻ പറ്റാതെ വരും. മെറ്റബോളിസത്തിൽ എറേഴ്സ് വരുവാണ് ചെയ്യുന്നത്. അതുകൊണ്ടുള്ള ക്ഷീണം വരും. കൂടി പോകുമ്പോഴും ഇതേ പ്രോബ്ലം തന്നെയാണ് വരുന്നത്. നമ്മുടെ ബേസിക്കലി ഇതിലെല്ലാം പ്രശ്നം വരുന്നത്, തുടക്കം വരുന്നത് ഇമ്മ്യൂൺ സിസ്റ്റത്തിലാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്ത വരുമ്പോഴും മെറ്റബോളിസം തെറ്റും, അതിനൊപ്പം ഇമ്മ്യൂൺ സിസ്റ്റം തെറ്റും. അതുകൊണ്ടാണ് ഈ ടയർഡ്നെസ് വരുന്നത്. അതാണ് കൂടിയാലും ക്ഷീണമായിരിക്കും, കുറഞ്ഞാലും ക്ഷീണമായിരിക്കും. അല്ലാതെ കൂടിയാളും നന്നായിട്ട് ബെറ്ററായിട്ട് എനർജി ആകും എന്നുള്ളതല്ല അതിനകത്ത് വരുന്നത്. കൂടുമ്പോൾ നമ്മുടെ ഈവൻ ഹാർട്ടിന്റെ സെല്ലുകൾക്ക് പോലും പറ്റുന്നില്ല, വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ഓവർ ടാക്സ്ഡ് ആവും. അപ്പൊ അതിനകത്ത് നിന്ന് വേസ്റ്റും ഉണ്ടാകാനും അവർക്ക് വേണ്ട ന്യൂട്രീഷൻ കിട്ടാനും എല്ലാത്തിനുമുള്ള കുറവുകൾ വരുന്നുണ്ട്. അതാണ് ക്ഷീണത്തിന് കാരണം. ഈ തൈറോയിഡ് പ്രോബ്ലം പിള്ളേർക്കും വരാറുണ്ട്. ഈ തൈറോയിഡ് പ്രോബ്ലം ഈ പിള്ളേരുടെ ഓവർ വെയിറ്റുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? പിള്ളേരുടെ ഓവർ വെയിറ്റും തൈറോയിഡും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പല രീതിയിലുള്ള കുട്ടികൾക്ക് വരുന്ന, ഞാൻ ഈ പറഞ്ഞ ജന്മനാ വരാൻ തൈറോയിഡ് ഗ്ലാൻഡിന്റെ പ്രശ്നം കൊണ്ടൊക്കെ വരുന്ന അപ്പോഴേ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ കൊടുക്കണം. അത് പിന്നെ വളർത്തിയെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല. നമുക്കങ്ങനെ ഞാൻ സാധാരണ 10 വയസ്സ് കഴിഞ്ഞ ആൾക്കാരെ നോക്കാറുള്ളൂ. അതുകൊണ്ട് എനിക്ക് കൊച്ചുകുട്ടിക്ക് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ തൈറോയ്ഡ്, നമ്മളെപ്പോഴും തൈറോയ്ഡ് ഹോർമോൺ സപ്ലിമെന്റ്, ഇപ്പൊ തൈറോയിഡിന്റെ ഒരു കുറവുണ്ട് നമ്മുടെ ജനറലി നമ്മുടെ സിസ്റ്റത്തിൽ, നമ്മുടെ മോഡേൺ മെഡിസിനിലാണ് അത് സപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് നമ്മൾ സപ്ലിമെന്റ് ചെയ്യുന്നത് പോലും ഹൈപ്പോതൈറോയിഡിസം ആണല്ലോ, അതിനാണ് സപ്ലിമെന്റ് ചെയ്യേണ്ടി വരുന്നത്. അത് മിക്കവാറും നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വർഷങ്ങൾ, 10, 30, 35 വർഷമൊക്കെ ആയവർക്ക് ചിലപ്പോൾ താമസം വരും. മിക്കവാറും ഒരു കുറച്ച് വർഷങ്ങളൊക്കെ നല്ലൊരു ശതമാനം പേർക്കും വിതിൻ എ മന്ത് ഓർ 2 നമ്മൾ തൈറോയ്ഡ് ഹോർമോൺ ഒക്കെ നിർത്തി തൈറോയ്ഡ് ഫംഗ്ഷൻ നോർമൽ ആക്കാൻ പറ്റുന്നുണ്ട്. കുട്ടികളിലാണേലും അത് തന്നെ. ഇപ്പൊ 10, 12, 14 വയസ്സുള്ള കുട്ടികൾക്ക് തൈറോയിഡിന്റെ രോഗമായിട്ട്, പ്രത്യേകിച്ച് ഹൈപ്പോതൈറോയിഡിസം, ഇപ്പം ഇത്രയും നാളും ഒക്കെ ഹൈപ്പോ ആയിരുന്നു കൂടുതൽ കാണുന്നത്. ഇപ്പൊ ഹൈപ്പറും വന്നു തുടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ തൈറോയിഡിന്റെ ഗോയിറ്ററിന്റെ കൂടെ ഹൈപ്പോതൈറോയിഡിസം വരുന്നുണ്ട്, ഗോയിറ്ററിന്റെ കൂടെ ഹൈപ്പറും വരുന്നുണ്ട്. അപ്പം ഒരു കോമ്പിനേഷനായിട്ട് കയറി വരുന്നുണ്ട്. ഹൈപ്പറും മുഴയും വരാം, ഹൈപ്പോയും മുഴയും വരാം. ഇപ്പൊ രണ്ടും രീതിയിലും വരുന്നുണ്ട്. ഇത് കുട്ടികൾക്കാണേലും വരാം. പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുവാണെങ്കിൽ വളരെ ഈസിയാണ്. ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ വളരെ ഈസി ആയിട്ട് കറക്റ്റ് ചെയ്യാവുന്ന ഒരിതാണ്. പിന്നെ കുറച്ച് മുഴയൊക്കെ ഉള്ളവർക്ക് മുഴയൊന്ന് കംപ്ലീറ്റ് പോകണമെന്നില്ല, മുഴ മിക്കവാറും ഒന്ന് കുറയുന്നുണ്ട്. മുഴ കുറയും, കംപ്ലീറ്റ് പോകണമെന്നും ഇതില്ല. ഒരു മുഴ ഒരു നൊടികളൊക്കെ ആയിട്ട് നിൽക്കുന്ന ആ നൊടികൾ അവിടെ ഉണ്ടാകും. പക്ഷെ അതവിടെ നിന്നാലും കുഴപ്പമൊന്നുമില്ല. അതൊരു ഫങ്ഷണൽ നൊടികളാണ്. അത് കുറഞ്ഞു വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ ബോഡി കെയർ എടുത്ത് പതുക്കെ പതുക്കെ വരുള്ളൂ. പക്ഷെ അവിടെ നിന്നാലും കുഴപ്പമില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ, എടുത്തു കളയാനൊന്നും പോകേണ്ട കാര്യമില്ല. ബേസിക്കലി നമുക്ക് ഈസി ആയിട്ട് കറക്റ്റ് ചെയ്യാവുന്ന ഒരു പ്രോബ്ലമാണ്. ഹൈപ്പർ ആണെങ്കിലും ഹൈപ്പോ ആണെങ്കിലും കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉണ്ടാവുള്ളൂ. ഈ തൈറോയിഡ് പ്രോബ്ലംസ് ഉള്ളവർക്ക് സാധാരണ ഒരു സംശയം, ഈ പ്രോട്ടീൻസ് കൂടുതൽ കഴിച്ചാൽ വല്ല ബുദ്ധിമുട്ടുണ്ടാവുമോ?
അപ്പോൾ ഈ നോൺ വെജിറ്റേറിയൻ ഫുഡ് കൂടുതൽ കഴിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാവുമോ? ശരിക്കും ഈ തൈറോയിഡ് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നവർ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എന്തായിരിക്കും അവർ ശ്രദ്ധിക്കേണ്ടത്? തൈറോയിഡ് എന്ന് പറയുമ്പോൾ ജനറലി ഫങ്ഷന് കുഴപ്പമൊന്നുമില്ല, ഓട്ടോ ഇമ്മ്യൂൺ പ്രോബ്ലം അല്ല. അതായത് ഓട്ടോ ഇമ്മ്യൂൺ ആൻറ്റിബോഡീസിലൊന്നും കുഴപ്പമില്ല, ആകെ മുഴ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളവരാണെങ്കിൽ ഹൈപ്പോ വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ കൂടെ ഓട്ടോ ഇമ്മ്യൂൺ ആൻറ്റിബോഡീസും കൂടെ ഉണ്ടാവുന്നുള്ളതാണ്. മറ്റൊരു മുഴ മാത്രമാണെങ്കിൽ അതിൻ്റെ അർത്ഥം അതിന് അയഡിൻ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ടോക്സിൻസ്, ഈ സയനൈഡ്സ് കപ്പയിലൊക്കെ ഉള്ള പോലെ. അത് പക്ഷെ ഇപ്പം നമ്മൾ ആരും അധികം കപ്പയൊന്നും കഴിക്കുന്നില്ലാത്തതുകൊണ്ട് അത് വരുന്നില്ല. മിക്കവാറും അയഡിൻ ഡെഫിഷ്യൻസി ആയിരിക്കും അതിനകത്ത് വരുന്നത്. പിന്നെ ഇപ്പം നമ്മൾ കൂടുതൽ കാണുന്ന വേറൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഹൈപ്പോതൈറോയിഡിസം ഹൈപ്പറും ഒക്കെ വരുന്നിടത്ത് അയഡിൻ്റെ കൂടുതലും വരുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ എല്ലാം അയഡൈസ്ഡ് സോൾട്ട് ഉപയോഗിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു 2-3 ഗ്രാം സോൾട്ടിൻ്റെ ആവശ്യമുള്ളൂ, കൂടി ഒന്ന് ലെസ് ദാൻ 5 ഗ്രാം സോൾട്ടിൻ്റെ ആവശ്യമുള്ളൂ. അതിന് പകരം നമ്മളിപ്പം 15-20 ഗ്രാം ഒക്കെയാണ് ഓരോരുത്തരും അച്ചാറായിട്ടും ഈ ഫ്രൈസിൻ്റെ കൂടെയൊക്കെ ഇട്ട് കഴിക്കുന്നത്. അപ്പം ഇങ്ങനെ വരുമ്പോഴേക്കും സോഡിയം അയഡിന് ഒത്തിരി കൂടിപ്പോകുന്നു. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് പല മരുന്നുകളും, പ്രത്യേകിച്ച് ഈ ഹാർട്ടിനൊക്കെ വേണ്ടിയിട്ട് കഴിക്കുന്ന ഒരു അമീഡറോൺ എന്നൊക്കെ പറഞ്ഞൊരു മരുന്നുകളുണ്ട്. അത് വെരി ഹൈ അയഡിൻ കണ്ടന്റ് ഉള്ളതാണ്. പിന്നെ അങ്ങനെയുള്ള ചില മരുന്നുകളും ഹൈപ്പോതൈറോയിഡിസത്തിലേക്ക് കൊണ്ടുപോകാമെന്നുള്ളതാണ്. അപ്പം ഈ കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അയഡിൻ്റെ കണ്ടന്റ് കൂടാനും പാടില്ല. ഇപ്പം നമ്മൾ എന്തിനും ഒരു കുറവുള്ളതിന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉപ്പെല്ലാം കൂടെ നമ്മൾ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ അയഡൈസ്ഡ് സോൾട്ട് കൂടുതൽ കഴിക്കുന്നതും കൊള്ളില്ല. അപ്പം നമ്മൾ ഈ ഹൈപ്പോ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വേണം. അപ്പം ഫുഡ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഒരു അയഡിൻ ഡെഫിഷ്യൻസി കൊണ്ട് വരുന്നതാണെങ്കിൽ നമ്മൾ അയഡിൻ കറക്റ്റായിട്ട് എടുക്കാൻ നോക്കണം. അതേസമയത്ത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെങ്കിൽ പ്രോട്ടീൻ ഏത് കഴിക്കണമെന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്ന നമുക്കിന്ന് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് പ്രോട്ടീനോടാണോ അലർജിക്കോ അല്ലെങ്കിൽ ഇൻടോളറൻസ് കാണിക്കുന്നുണ്ടാവും. ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൽ അതാണ് പ്രത്യേകത വരുന്നത്. നമ്മൾ ഈ പല ഈ കളറും പ്രിസർവേറ്റീവ്സും ഒത്തിരി കെമിക്കൽസ് ആഡ് ചെയ്ത് ഫുഡ് കഴിച്ച് നമ്മളുടെ ബോഡി തന്നെ നമ്മളുടെ സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തോട് തന്നെ അലർജിക്കാവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇന്നത് കഴിക്കാൻ പാടില്ല എന്ന് ബ്ലാങ്കറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അത് ടെസ്റ്റ് ചെയ്ത് അത് ഓരോന്നായിട്ട് എക്സ്ക്ലൂഡ് ചെയ്ത് കഴിക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് ഇപ്പം നമ്മൾ ചിലർ പറയും പാല് കഴിക്കാൻ പാടില്ല, അങ്ങനെ പറഞ്ഞാൽ നമുക്കൊരു പ്രോട്ടീനും കിട്ടാതെ. നമുക്ക് പ്രോട്ടീൻ ആവശ്യമാണ്, പക്ഷെ നമ്മളുടെ മറ്റുള്ള സാധനങ്ങൾ ഒന്ന് പ്രോട്ടീൻ കഴിക്കുന്ന രീതി എങ്ങനെയാണെന്നാ. ഈ ഇപ്പോഴത്തെ നമ്മളിപ്പോൾ സോസേജസും അതുപോലെ പല മീറ്റിലൊക്കെ ആണെങ്കിലും ഫിഷിലൊക്കെ ആണെങ്കിലും ഒത്തിരി കെമിക്കൽസ് ആഡ് ചെയ്താണ് വരുന്നത്, ഈ പ്രിസർവേറ്റീവ് ആയിട്ട്. ഇപ്പം നമുക്കറിയാമല്ലോ, ഈവൻ ഫോർമാലിൻ പോലും ഇട്ട്. അപ്പം അങ്ങനെ ഉള്ളത് കഴിക്കുന്നത് കൊണ്ടാണ് ഈ പ്രോബ്ലം വരുന്നത്. അപ്പം നമ്മൾ ഇങ്ങനത്തെ ഈ കളറും പ്രിസർവേറ്റീവ്സും ഒക്കെയുള്ള ഇട്ട് ഭക്ഷണങ്ങൾ മാറ്റി ഏറ്റവും മിനിമം ടൈപ്പ് ഓഫ് ഫുഡിൽ നിന്ന് നമ്മൾ വേണ്ട. അതേസമയം അലർജിക്ക് ആദ്യം ഒരു ടൈം പീരീഡിൽ നമ്മൾ ഈ അലർജി ഉള്ള സാധനങ്ങൾ, അലർജി എന്ന് പറയാൻ പറ്റില്ല, അലർജി ആണെങ്കിൽ നമ്മൾ ചൊറിച്ചിൽ വരുന്നതിനാണല്ലോ അലർജി വരുന്നത്. നമ്മൾ ഇൻടോളറൻ്റ് ആയിട്ടുള്ള ഫുഡുകൾ നമ്മൾ ടെസ്റ്റുകൾ വഴി കണ്ടുപിടിക്കണം. അതിൻ്റെ കൂടെ ലിമിറ്റഡ് നമ്പർ ഓഫ് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഫുഡായിരിക്കണം. അങ്ങനെയാണ് നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ അങ്ങനെയാണ് ഇന്ന് ഏറ്റവും മിനിമം ഇൻഗ്രീഡിയൻറ്റിൽ നിന്ന് എല്ലാ ന്യൂട്രീഷനും കിട്ടുന്ന പോലെ ഉള്ളൊരു ഡയറ്റ് കൊടുത്ത് അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ സ്ട്രെസ്, കാരണം എന്ത് കഴിക്കുമ്പോഴും നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ സ്ക്രീൻ ചെയ്തിട്ട് വേണം. അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വയ്യാതിരിക്കുകയാണ്, അപ്പോൾ അവർക്ക് റെസ്റ്റ് കൊടുക്കണം. അപ്പോൾ അതിന് ഏറ്റവും മിനിമം ഫുഡ്, ഏറ്റവും മിനിമം ഇൻഗ്രീഡിയൻസ്, അതേസമയത്ത് എല്ലാ ന്യൂട്രീഷനും ഉണ്ടെന്ന് ഉറപ്പാക്കണം. ടോക്സിൻസ് ഇല്ല, കളറും പ്രിസർവേറ്റീവ്സും ഒന്നും ഇല്ലാത്തതെന്ന് ഉറപ്പാക്കണം. അങ്ങനെ ചെയ്താണ് നമുക്ക് ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുക. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടെ നമ്മളെല്ലാം, പിന്നെ ബോഡി കോമ്പോസിഷൻ, നമ്മുടെ ബോഡിയിൽ പലരിലും ഹൈപ്പോതൈറോയിഡിസം ഒക്കെ ഉള്ളവർക്ക് ഹൈപ്പറിന് മിക്കവാറും മെലിഞ്ഞിട്ടുണ്ടാവും. ഹൈപ്പോതൈറോയിഡിസത്തിന് മിക്കവാറും ഓവർ വെയിറ്റ് ആയിരിക്കും. അപ്പോൾ അവരുടെ മേത്ത് ഒത്തിരി ഫാറ്റ് അടിഞ്ഞിട്ടുണ്ടാവും. ഈ ഫാറ്റ് തന്നെ ഒരു ടോക്സിനായിട്ട് വർക്ക് ചെയ്യുകയാണ്. അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തെറ്റിക്കുകയാണ്. ഈ ഫാറ്റ് കുറച്ചുകൊണ്ട് വരണം. അങ്ങനെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ നോക്കി കറക്റ്റ് ചെയ്ത്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത്, നമ്മുടെ ബോഡിയെ കറക്റ്റ് ചെയ്ത്, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യുന്നു. ഈ തൈറോയിഡ് പ്രോബ്ലം ഉള്ളവർക്ക് BP-യുടെ സാധ്യത കൂടുതലാണെന്നും മിക്കവാറും ഇങ്ങനെ ഈ ഹൈപ്പർ
മറ്റേ തൈറോയ്ഡ് ഹോർമോണിന്റെ കുറവുള്ളവർക്ക് BP കാണാറുണ്ടെന്നും കേട്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ്? ഹൈപ്പർ തൈറോയിഡിസം വരുമ്പം പെട്ടെന്ന് ഈ അവിടെ ഓവർ ഇത് വന്നിട്ട് ഹാർട്ടിന്റെ ഒന്നും കൺട്രോൾ പോയി അത് വരുന്നോണ്ട് BP ഭയങ്കര ഷൂട്ടപ്പ് ഒക്കെ ചെയ്യാം ഹൈപ്പറിൽ. അതുപോലെ ഹൈപ്പോയിൽ എന്താണെന്ന് സമയം വേറെ മെക്കാനിസം വഴിയാ. ഹൈപ്പോയിൽ ഓവർ ഫാറ്റ് വെയിറ്റ് കൂടുതൽ വന്ന് ഫാറ്റ് കൂടുതൽ വയ്ക്കുക. അപ്പൊ അത് വന്നിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ തകരാറുകളാണ് വരുന്നത്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെയും അതുപോലെ നമ്മളുടെ നമ്മളുടെ ഈ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുന്ന പലതരം ഹോർമോൺസ് കൂടിയാണ് ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പല ലെവലില് ഈ തൈറോയിഡിന് മാത്രമല്ല വരുന്നത്, മറ്റു ഹോർമോൺ കൺട്രോളുകളെ എല്ലാം അത് തെറ്റിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ കൂടെ വെയിറ്റ് ഗെയിനും കൂടെ വരുമ്പോൾ ഹൈപ്പർ തൈറോയിഡിസം വരും. മിക്കവാറും കുറച്ച് കഴിയുമ്പോൾ ഹൈപ്പർ തൈറോയിഡ് പേഷ്യൻസിന് കുറച്ച് കഴിയുമ്പോഴേക്കും ഡയബറ്റീസ് വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഡെഫിനറ്റ്ലി കൊളസ്ട്രോളും ഈ ഡിസ്ലൈപ്പിഡീമിയ, അതായത് ബ്ലഡിൽ കൂടെ ഉള്ള ഫാറ്റിന്റെ അളവ്, കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ഒക്കെ കൂടുതലായിരിക്കും തൈറോയിഡ് പേഷ്യന്റിന്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെറ്റബോളിസം നടക്കുന്നില്ല. നമ്മളിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും, വിശപ്പ്, നമ്മൾ ഈ ക്ഷീണം വരുമ്പോൾ എന്താന്ന് ചോദിച്ചാൽ ക്ഷീണം ഭക്ഷണത്തിന് കുറവാണെന്ന് കരുതി അതാണല്ലോ നമ്മളെപ്പോഴും കരുതുന്നത്. അപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും. അപ്പം ഭക്ഷണം കഴിച്ച് അത് പിന്നെയും നമ്മുടെ ബ്ലഡിലേക്ക് ഫാറ്റായിട്ട് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ അതെല്ലാം കൂടി വരുന്നു, നമ്മളുടെ ഓവർ വെയിറ്റും വരും. അതിൻ്റെ കൂടെ ബ്ലഡിലെ ഫാറ്റ് കൊഴുപ്പെല്ലാം കൂടുതലായിരിക്കും. അത് പിന്നെ പതുക്കെ ഡയബറ്റീസിലേക്ക് പോകും. അങ്ങനെ ഇതെല്ലാം ഒരു ഒന്നിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും വരുന്നത്. ഈ ഡയബറ്റീസ് ടൈപ്പ് 1 ഉള്ളവർക്കും പ്രത്യേകിച്ചും പിന്നെ ഡയബറ്റീസ് ടൈപ്പ് 2 ഉള്ളവർക്കും ഈ തൈറോയിഡിന്റെ ഡിസോർഡേഴ്സ് കാണാറുണ്ട് എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ? ടൈപ്പ് 1 ഒരു ഓട്ടോഇമ്മ്യൂൺ ഡിസീസാണ്. ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഓട്ടോഇമ്മ്യൂൺ ഡിസീസാണ്. അത് നമ്മുടെ പാൻക്രിയാസിന്റെ ഐലറ്റ് സെൽസ്, അവരാണ് ഇൻസുലിൻ ഉണ്ടാക്കുന്നത്, അവരെ ഡിസ്ട്രോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നാച്ചുറലി ഒരു ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ഉള്ളപ്പോൾ മറ്റ് ഓട്ടോഇമ്മ്യൂൺ ഡിസീസസ് വരാം. അപ്പം ഹൈപ്പോ തൈറോയിഡ് ടൈപ്പ് 1 ഡയബറ്റിക് പേഷ്യൻസിന് കുറച്ചാൾ കഴിയുമ്പോഴേക്കും തൈറോയിഡിന്റെ കുഴപ്പങ്ങളോ ഹൈപ്പർ വേണേലും വരാം, ഹൈപ്പോ വേണേലും വരാം, ആർത്രൈറ്റിസ്, ഇങ്ങനെയുള്ള ഏതിലേക്ക് വേണേലും പോകാനുള്ള പോസിബിലിറ്റി കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. ഇൻസുലിന് കുറവൊന്നുമില്ല, പക്ഷെ ഇൻസുലിൻ വർക്ക് ചെയ്യുന്നില്ല. അപ്പം അതുപോലെ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൈറോയിഡ് ഹൈപ്പോ തൈറോയിഡിസത്തിൽ ഇത് തന്നെയാണ്. TSH ഉണ്ട്. TSH ആണ് ബ്രെയിനിൽ നിന്ന് വരുന്ന ഹോർമോണ്. ബ്രെയിനിൽ നിന്ന് വരുന്ന ഹോർമോണ് നമ്മളുടെ തൈറോയിഡ് ഗ്ലാൻഡിനോട് ഉണ്ടാക്കാൻ പറയും, പക്ഷെ അവരുണ്ടാക്കുന്നില്ല, അവരെ കൊണ്ട് അതിന് പറ്റുന്നില്ല. അതാണ് ഈ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു TSH റെസിസ്റ്റൻസ് ആണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ടൈപ്പ് 2 ഡയബറ്റീസിൽ ഇൻസുലിൻ ഉണ്ട്, പക്ഷെ വർക്ക് ചെയ്യുന്നില്ല. അതുപോലെ ഹൈപ്പോ തൈറോയിഡിസത്തിൽ നമ്മളുടെ സാധാരണ കാണുന്ന 2 ടൈപ്പ് ഹൈപ്പോ തൈറോയിഡിസം ഉണ്ട്. ബ്രെയിനിൽ നിന്നുള്ള ഹോർമോണിന്റെ കുറവുണ്ട്, അത് നമ്മളങ്ങനെ കാണാറില്ല. അതിന് പ്രൈമറി ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയും. ഇതൊക്കെ സെക്കൻഡറി ഹൈപ്പോ തൈറോയിഡിസമാണ്, അതായത് ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്, അതായത് സെക്കൻഡറി കോസ് കൊണ്ടുവരുന്നതാണ്. അപ്പം അതും ഇതുപോലെ തന്നെ നമ്മുടെ ഈ TSH വർക്ക് ചെയ്യുന്നില്ല, അതാണ് അവിടെ വരുന്നത്. അപ്പോൾ അവിടെ ഒരു റെസിസ്റ്റൻസ് ഫാക്ടറാണ് വരുന്നത്. അപ്പം അതാണ്, അതുകൊണ്ട് തന്നെ ഈ ബേസിക്കലി ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ശരിക്കും ഈ തൈറോയിഡിന്റെ പ്രോബ്ലം ഉള്ളവർക്ക് മറ്റേ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരും എന്ന് പറഞ്ഞല്ലോ. ശരിക്കും ഈ തൈറോയിഡ് കാരണം ആ ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നിട്ട് അത് ഇങ്ങനെ ഡയബറ്റീസ് ടൈപ്പ് 2ലേക്കൊക്കെ നീങ്ങുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പം ഈ തൈറോയിഡിന്റെ കാരണം വരുന്ന ആ ഇൻസുലിൻ റെസിസ്റ്റൻസും ഡയബറ്റീസ് വരാനുള്ള സാധ്യതയും അതിന് എന്താണ് ചെയ്യാൻ പറ്റുക? നമ്മുടെ മെറ്റബോളിസം, ഇമ്മ്യൂൺ സിസ്റ്റം കറക്റ്റ് ചെയ്യണം, മെറ്റബോളിസം കറക്റ്റ് ചെയ്യണം. അപ്പം തൈറോയിഡ് വന്ന കാരണങ്ങൾ തന്നെയാണ് ടൈപ്പ് 2 ഡയബറ്റീസിൽ വരുന്നത്. മിക്കവാറും ഓവർ വെയിറ്റ് ഉണ്ടാവും. അപ്പം നമ്മളുടെ ബോഡിയിൽ ഫാറ്റ് കൂടുതലായിരിക്കും. മിക്കവാറും നമ്മൾ പല ഇങ്ങനെ ഒത്തിരി കെമിക്കൽസ് ഉള്ള ഫുഡും അങ്ങനത്തെയൊക്കെ കഴിക്കുന്നുണ്ടാകും. കാരണം തൈറോയിഡ് ഒരു ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ആണല്ലോ. ഇമ്മ്യൂൺ സിസ്റ്റം തെറ്റി TPOT, ATG ഒക്കെ കൂടുതലായിരിക്കും. അപ്പൊ ആ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കറക്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ
അതിന്റെ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തൈറോയ്ഡ് ഈ മരുന്ന് ഡയബറ്റീസിന്റെയും മിക്കവാറും പേഷ്യൻസ് ഡയബറ്റീസും ന്റെ കൂടെ തൈറോയിഡും കൂടെ ഉള്ളവരാണ് നമ്മൾ കാണാറുള്ളത്. അപ്പൊ അതില് ഡയബറ്റീസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ വില്ലിങ് ആയി ഒരു ക്ലിനിക്കലി സപ്പോർട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷനിലേക്ക് വരുന്ന ആൾക്ക് നമ്മൾ തുടങ്ങുന്ന ദിവസം തന്നെ ഡയബറ്റീസ് ടൈപ്പ് 2 ആണെങ്കിൽ എല്ലാ മരുന്നും നിർത്താൻ പറ്റും. പക്ഷെ തൈറോയിഡിന്റെ മരുന്ന് നമ്മൾ ഫസ്റ്റ് ഡേയിൽ നിർത്തൂല. നമ്മൾ എന്താ തൈറോയ്ഡ് ഫംഗ്ഷൻ കറണ്ട് ഫംഗ്ഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ലോ ആയിട്ട് ഇപ്പൊ 100 ഗ്രാം മില്ലിഗ്രാം കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അത് 75 ആയിട്ട് കുറച്ചിട്ട് 1 വീക്ക് നമ്മൾ ഒത്തിരി കാലങ്ങളൊന്നും വെയിറ്റ് ചെയ്യൂല. അപ്പം ഒരു പേഷ്യന്റ് തൈറോയ്ഡും ഉണ്ട് ഡയബറ്റിക്കും ആണ്, ഡയബറ്റീസിന് ഇവൻ ഇൻസുലിനോ 3 or 4 ഡയബറ്റിക് മെഡിസിനും എടുക്കുന്നുണ്ടെങ്കിലും അവർ ചിലപ്പോൾ അതിൻ്റെ കൂടെ ബി പിയും കൂടെ ഉണ്ടാവും. നമ്മൾ ഡയബറ്റീസ് ടൈപ്പ് 2 ആണെന്ന് അറിയുന്നത് നമ്മൾ ഇൻസുലിൻ്റെ ലെവൽ നോക്കിക്കൊണ്ടാണ്. ഇൻസുലിൻ ആവശ്യത്തിനുണ്ടോ നമ്മൾ ഡയബറ്റീസിന്റെ മരുന്നെല്ലാം നിർത്തിക്കൊണ്ടാണ് തുടങ്ങുന്നത്. പക്ഷെ എന്നായിരുന്നു ബ്ലൈൻഡ് ആയിട്ടല്ല, നമ്മൾ വീട്ടിലിരുന്ന് ഷുഗർ നോക്കിക്കൊണ്ടാണ്, ഷുഗർ നോർമൽ ആകുന്ന ഉറപ്പാക്കിക്കൊണ്ടാണ്. അപ്പം കറക്റ്റായിട്ട് നോക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ വിതിൻ 24 hour മിക്കവാറും ഷുഗർ കൺട്രോൾ ആയിട്ടുണ്ടാവും. അതാണ് ഈവൻ വിത്തൗട്ട് മെഡിസിൻ, അതാണ് നമ്മൾ കാണുന്നത്. അപ്പം തൈറോയിഡിന്റെ മരുന്നിന്റെ കാര്യത്തിലാണ് അപ്പം മിക്കവാറും പേരും ഈ തൈറോക്സിൻ കഴിച്ചുകൊണ്ടിരിക്കും, മിക്കവാറും ഓൾറെഡി ഓൺ കൺട്രോൾ ആയിരിക്കും. അതായത് T3 T4 TSH നോർമൽ ആയിരിക്കും. T3 T നോർമൽ ആയിരിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ ഒരു 100 ഗ്രാം മില്ലിഗ്രാം കഴിക്കുന്നവരാണ് 75ലേക്ക് കൊണ്ടുവരും. ഇല്ല തൈറോയ്ഡ് TSH ഈ മരുന്നൊക്കെ കഴിച്ചിട്ടും TSH കൂടിയിരിക്കുകയാണ്, T3 T4 കുറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ ഡോസ് കൂട്ടുകയാണ് ചെയ്യേണ്ടത്. ഈ T4 പ്രത്യേകിച്ച് T4 കുറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ ഡോസ് കൂട്ടും. അതേസമയത്ത് TSH കൂടിയാണ് ഓൾറെഡി ഇരിക്കുന്നതെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യും, 1 വീക്ക് വെയിറ്റ് ചെയ്ത് 1 വീക്ക് കഴിയുമ്പോൾ വീണ്ടും നോക്കും. മോസ്റ്റ് പ്രോബബ്ലി അപ്പോഴേക്കും TSH നോർമൽ ആയിട്ടുണ്ടാകും. TSHും മറ്റേ ഹോർമോൺസ് ലെവലിൽ നോർമൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രാജുവലി കുറച്ചുകൊണ്ട് വരും. എവറി വീക്ക് നോക്കി കുറച്ചുകൊണ്ട് വരും. മനസ്സ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നോക്കിക്കൊണ്ടിരിക്കും ഇനി തിരിച്ചു പോകുന്നുണ്ടോ എന്ന് അറിയാനായിട്ട്. പിന്നെ ഈ തൈറോയിഡിന്റെ പ്രോബ്ലം ഉള്ളവർക്ക് നമ്മൾ എപ്പോഴും ഓട്ടോഇമ്യൂൺ ആന്റിബോഡീസും കൂടെ നോക്കും. അത് പക്ഷെ വീക്കിലി ഒന്നും നോക്കേണ്ട കാര്യമില്ല, കാരണം അത്ര പെട്ടെന്നൊന്നും അത് കുറയുകയില്ല. അത് യൂഷ്വലി മന്ത്ലി ഓർ 2 ആഴ്ച കഴിയുമ്പോൾ അത് ഓരോരുത്തരുടെയും ലെവൽ അനുസരിച്ച്, ഒത്തിരി ഹൈ ഒക്കെ ആണെങ്കിൽ എന്തായാലും കുറയാൻ പോകുന്നില്ല 2 ആഴ്ച കൊണ്ടൊന്നും. അപ്പൊ അതനുസരിച്ച് നോക്കി ഓട്ടോഇമ്യൂൺ ആന്റിബോഡീസിന്റെയും കൂടെ ലെവൽ നോക്കും. ഓട്ടോഇമ്യൂൺ ആന്റിബോഡീസ് കറക്റ്റായി വരണമെങ്കിൽ ടൈം എടുക്കും. ബോഡി കോമ്പോസിഷൻ അത്ര കറക്റ്റ് ആക്കിയാൽ മാത്രമേ കുറച്ചൊക്കെ ഉള്ളവരുടെയാണ് ഫാസ്റ്ററായിട്ട് കറക്റ്റ് ആകും. പക്ഷെ ഒത്തിരി കൂടുതൽ ചിലർക്ക് 1000 മുകളിലൊക്കെ ആയിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് കറക്റ്റായി വരാൻ കൂടുതൽ സമയം എടുക്കും എന്നുള്ളതാണ്. അപ്പം പിന്നെ ഇതിന്റെ ഒപ്പം തന്നെ BP-യുടെ മരുന്ന് അതുപോലെ തന്നെയാണ്. BP മിക്കവാറും അത് കുറച്ച് മോർ ഫാസ്റ്ററായിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. BP നമുക്ക് വീട്ടിലിരുന്ന് നോക്കാമല്ലോ. അപ്പം 3 4 മരുന്നുള്ളവർക്കാണെങ്കിലും നമ്മൾ ഈ ഡയറ്റ് കൺട്രോൾ ചെയ്ത് കഴിയുമ്പോഴേക്കും പിറ്റേ ദിവസം ആകുമ്പോൾ തന്നെ ഏകദേശം BP കുറഞ്ഞ് വരാൻ തുടങ്ങും. അപ്പോൾ ഓരോ മരുന്നുകൾ ഹാഫാക്കി ഓരോന്ന് ഷെഡ്യൂൾ ചെയ്ത് പതുക്കെ പതുക്കെ ആയിരിക്കും കുറച്ചുകൊണ്ട് വരുന്നത്. BP നോക്കിക്കൊണ്ട് BP ഓക്കെ ആണെങ്കിൽ ഓരോ മരുന്നും കുറച്ചുകൊണ്ട് വരണം. കാരണം ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷന് വളരെ ഫാസ്റ്റാണ് റിസൾട്ട് വരുന്നത്. അപ്പൊ ആ റിസൾട്ടിനനുസരിച്ച് നമ്മൾ BP-യുടെ ഒക്കെ മരുന്ന് കുറച്ചില്ലെങ്കിൽ ക്ഷീണം വരും. അപ്പം എപ്പോഴെങ്കിലും നമ്മൾ ഈ ആർക്കെങ്കിലും ഒക്കെ ക്ഷീണമൊക്കെ ചിലരൊക്കെ എന്താ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പ്രോപ്പറായിട്ട് ചെയ്യാതെ വരുമ്പം അവർക്ക് ക്ഷീണം വരുന്നെന്നും പറഞ്ഞിട്ട് നിർത്തി പോകേണ്ടി വരാറുണ്ട്. അപ്പൊ അങ്ങനെ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ഒക്കെ പറഞ്ഞു കൊടുക്കാൻ നോക്കും, എന്നാലും കറക്റ്റായിട്ട് ചെയ്യില്ല. അതിൻ്റെ ഇടയിൽ വേറെ കാര്യത്തിന് പോകും. ഇതും തുടങ്ങി വെച്ചിട്ട് പിന്നെ ആയിരിക്കും ഓരോ മറ്റ് നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനൊക്കെ അതിന് 2 3 രോഗങ്ങളൊക്കെ ഉള്ളവർ അതിനുള്ള ഡ്യൂ കെയറും കൂടെ കൊടുത്തു വേണം. അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബോഡിയുടെ ചേഞ്ചസ് നമ്മൾ നോക്കി, മരുന്നൊക്കെ ഒത്തിരി മരുന്നൊക്കെ ഉള്ളവർ അതും കൂടെ നോക്കി കുറച്ചുകൊണ്ട് വരണം. അപ്പോൾ നമ്മൾ വളരെ സ്മൂത്തായിട്ട് വിതിൻ എ മന്ത് മിക്കവാറും 10 15 20 ഒക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന വിത്തിൻ എ മന്ത് നമുക്ക് എല്ലാ മരുന്നും കുറച്ചുകൊണ്ടൊന്ന് നിർത്താൻ പറ്റും. പക്ഷെ പേഷ്യൻറ്റിനും കുറച്ചൊരു അതിനെക്കുറിച്ചുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്ന്. പിന്നെ നമ്മളുടെ ബോഡിയെ നമ്മൾ മാനേജ് ചെയ്യുകയാണ്. അപ്പം ആ ഒരു ഫാക്ടറി മാനേജ് ചെയ്യുന്ന ഒരാൾക്ക്, മാനേജർക്ക് അതിൻ്റെ ഡ്യൂ കെയറും ഇൻട്രസ്റ്റും കൊടുത്തില്ലെങ്കിൽ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? ആ ഒരു ബേസിക് പ്രിൻസിപ്പിളാണ് ഇവിടെ വരുന്നത്. അപ്പം നമ്മളുടെ ബോഡിയെ മാനേജ് ചെയ്യാൻ പഠിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ. അത് വേണ്ടതുപോലെ നോക്കി ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും കൂടെ ഉണ്ടാവണം. അതാണ് വേണ്ടത്. ഇപ്പൊ ഈ തൈറോയിഡ് എടുത്തു മാറ്റുന്നത്
പാർട്ടായിട്ടും ഫുള്ളായിട്ടും ഒക്കെ മാറ്റുന്ന കാര്യം സർജിക്കലായിട്ട് ചെയ്യാറുണ്ടല്ലോ. അപ്പം അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ശരിക്കും പല ഇതും ഓപ്പറേഷൻസ് ഒഴിവാക്കാൻ പറ്റില്ല. നമുക്ക് ബേസിക്കലി ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ 90% ഓപ്പറേഷനെ ഒഴിവാക്കാൻ പറ്റും. മേ ബി അതിനേക്കാളും കൂടുതലും ഒഴിവാക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇപ്പം തൈറോയിഡിന്റെ കാര്യത്തിൽ ഞാൻ വേണമെങ്കിൽ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് എൻ്റെ പ്രൊഫസേഴ്സ് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ നമ്മൾ ചെറിയ മുഴയൊക്കെ ആണെങ്കിൽ സാറ് ഇതെടുത്ത് കളയേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ഈ പറയുന്നത് 1980s കഥകളാണ്. ഇതിന്റെ ഇത്രയും മുഴയല്ലേ ഉള്ളൂ സാറേ, ഇതെടുത്ത് കളയേണ്ട കാര്യമുണ്ടോ? അപ്പം അന്ന് എല്ലാം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കാര്യമാണെന്ന് ഓർക്കണം. അപ്പൊ സാറ് എനിക്ക് പറഞ്ഞ കാര്യമാണ്, ഇന്ന് ഞാനിത് എടുത്തില്ലെങ്കിൽ അത് വേറൊരുത്തനെടുക്കും. അപ്പം ഈ പേഷ്യന്റ് ഇന്ന് നമ്മളിത് എടുക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഡോക്ടറിന്റെ അടുത്ത് പോകും. അത് കഴിഞ്ഞാൽ അടുത്ത ഡോക്ടറിന്റെ അടുത്ത് അവരും എടുക്കണ്ടെന്ന് പറഞ്ഞാൽ അടുത്ത ഡോക്ടറിന്റെ അടുത്ത്. പിന്നെ 4-ാമത്തെ 5-ാമത്തെ ആള് ഇത് എടുത്ത് കളഞ്ഞേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി സർജറി ചെയ്യും. ദാറ്റ് ഈസ് ഇൻ ദ ഗവൺമെന്റ് സെക്ടറിലുള്ള കാര്യമാണ്. ഇന്നാണ് എല്ലാം പ്രൈവറ്റ് സെക്ടറാണ്. പ്രൈവറ്റില് നമുക്കറിയാം എല്ലാം ഡെഫിനറ്റ്ലി പ്രൈവറ്റ് ഓർഗനൈസേഷൻ ആകുമ്പോൾ അതിനകത്തൊരു ഫൈനാൻഷ്യൽ ഇതും കൂടെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പം നാച്ചുറലി സർജറീസ് കൂടും. അത് പേഷ്യന്റ് പലരും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രോഗികളെ സംബന്ധിച്ചിടത്തോളം എന്തെന്ന് മുഴയുണ്ട്, അത് എടുത്തു കളഞ്ഞില്ലെങ്കിൽ പിന്നെ സമാധാനമില്ല. ആ ഒരു സ്റ്റേജിൽ അവരിങ്ങനെ പെസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഒരു ഡോക്ടർ സമ്മതിക്കുന്നില്ലെങ്കിൽ അടുത്ത ഡോക്ടറിന്റെ അടുത്ത്. അപ്പൊ ഇവരുടെ ഈ സൈക്കോളജി മനസ്സിലാക്കി ഫൈനൽ ഡോക്ടർ പറയും മറ്റേ എന്നാ പിന്നെ എടുത്തേക്കാന്ന് പറയും. അപ്പൊ അതാണ് സംഭവിക്കുന്നത്. ഇപ്പം മുഴകളും ഈവൻ ക്യാൻസറിന്റെ തുടക്കമാണെങ്കിൽ പോലും ഇന്നിപ്പോ എക്സ്പെക്ടന്റ് ലൈൻ ഓഫ് മാനേജ്മെന്റ് ഉണ്ട്. നമുക്ക് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ ആണെങ്കിൽ പ്രത്യേകിച്ച് തൈറോയിഡിലെ ക്യാൻസർ ഒന്നും അങ്ങനെ ഫാസ്റ്റ് വളർച്ചയോ അല്ലെങ്കിൽ സ്പ്രെഡിങ്ങോ ഒന്നും ഉള്ളതല്ല. അതൊന്നും ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്തൊന്ന് വെയിറ്റ് ചെയ്യാവുന്ന കാര്യമുള്ളൂ അത് വരുന്നുണ്ടോന്ന്. അപ്പൊ അൺനെസസറി ആണ് ഇന്നത്തെ എല്ലാ ആസ്പെക്റ്റിലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർജറികൾ പലതും ഒഴിവാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഈവൻ ബൈപ്പാസ് സർജറിയും സ്റ്റെന്റ് ഇടുന്നതും ഒക്കെ ഒഴിവാക്കാവുന്നേ ഉള്ളൂ. നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വെച്ച് ഇങ്ങനെ പറയുന്ന പേഷ്യന്റിന്റെ ഒക്കെ മാറ്റി കൊടുക്കുന്ന ഈവൻ ഞാനിപ്പോ തൈറോയിഡിൽ നിന്ന് വിട്ടാണെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു പേഷ്യന്റ് ഹീസ് ഇൻ 70s. അപ്പം അദ്ദേഹത്തിന് കിഡ്നിക്ക് പ്രോബ്ലം ഉള്ളതുകൊണ്ട് ബൈപ്പാസ് ഓൾറെഡി ചെയ്തതാണ്. ഇനിയും സ്റ്റെന്റ് ഇടാൻ പറ്റിയല്ലെന്നുള്ളത് കൊണ്ട് പിന്നെ വരുന്നത് 97 ബൈപ്പാസ് ഫ്യൂ ഇയേഴ്സ് ബാക്ക് ബൈപ്പാസ് ചെയ്തതാ. അത് പുള്ളി പറയുന്ന അന്ന് മുതൽ എനിക്ക് തീരെ ക്ഷീണം, എനിക്കൊന്നും പറ്റിയല്ല എന്നെ കൊണ്ട്. 16 ഗുളികകൾ ടൈപ്പ് ഓഫ് മെഡിസിൻസ് തന്നെയുണ്ട്. നമ്പർ ഇടുമ്പോൾ 1, 2, 3 ഇടുമ്പോൾ 16 എണ്ണോ 17 എണ്ണോ ഉണ്ടോ. അത് തന്നെ 2-3 നേരം കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇദ്ദേഹം പറയുകയാണ് ഇപ്പൊ ഇന്നലെ അദ്ദേഹം 6 മാസമായിട്ടുള്ള റിവ്യൂവിന് വന്നിരിക്കുക. അപ്പം പറയാണ്, ഡോക്ടർ എനിക്ക് അന്നുണ്ടായിരുന്ന ആ സർജറിക്ക് മുമ്പുണ്ടായിരുന്ന ബൈപ്പാസിന് മുമ്പുള്ള എനർജി എനിക്ക് ഇപ്പോഴാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഞാൻ എല്ലാം ചെയ്ത് നടക്കുന്നുണ്ട്, എനിക്ക് എല്ലാം ചെയ്യാം. അത് പക്ഷെ അതേ സമയത്ത് ബൈപ്പാസ് ചെയ്ത് കഴിഞ്ഞതോടുകൂടിയാണ് പുള്ളിക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോയി ബൈപ്പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും വയ്യാത്ത നിലയായി. കാരണം മരുന്നുകളുടെ എണ്ണവും കൂടുക, സോ മെനി മെഡിസിൻസ്. അപ്പം അതാണ് ഓരോരുത്തരുടെയും സിറ്റുവേഷൻ. അപ്പം ബൈപ്പാസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മളുടെ ഇപ്പൊ ലേറ്റസ്റ്റ് സ്റ്റഡീസ് പോലും കാണിക്കുന്നത് തീരെ ഒരു മുടി ചെയ്യാനോ ഒരു 10 സ്റ്റെപ്പ് നടക്കാനോ പറ്റാത്തവർക്ക് നമ്മളപ്പോൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു ആശ്വാസം കിട്ടും. പക്ഷെ ആരുടെയും ലൈഫ് എക്സ്പെക്ടൻസി കൂടുന്നില്ല. സ്റ്റെന്റ് ഇട്ടെന്നും കരുതി ആരുടെയും ലൈഫ് എക്സ്പെക്ടൻസി കൂടുന്നില്ല. അടുത്ത ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് ഒന്നും ആർക്കും കുറയുന്നില്ല. അതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വെരി ബിഗറായിട്ടുള്ള കൂടുതൽ മോഡൽസ് വെച്ചിട്ടുള്ള സ്റ്റഡീസിലൊക്കെ അതാണ് കാണിക്കുന്നത്. പിന്നെ പഴയ കാലത്ത് നമ്മൾ ഹിസ്റ്റക്ടമി എന്ത് യൂട്രസ് ബ്ലീഡിങ് ആണോ അപ്പം എടുത്തു കളയുക, അതായിരുന്നു. ഇപ്പൊ അതിനൊക്കെ ഉണ്ട്. ഈവൻ യൂട്രസിന് പോലും അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അതിന് കുറച്ച് ഫംഗ്ഷനുകളുണ്ട്. ഒരു ഓർഗൻ, അതായത് 2 കുട്ടികളായാലും ആവശ്യത്തിന് പിള്ളേരായാൽ പിന്നെ ഉടനെ എടുത്തു കളയാന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു പഴയ കാലത്ത് വന്നിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പം കുറച്ചും കൂടെ നമുക്ക് നോളജ് കൂടിയതനുസരിച്ച് മനസ്സിലാവുന്ന ഇപ്പം യൂട്രസ് പ്രിസർവ് ചെയ്യണം, അതുപോലെ തൈറോയ്ഡ് പ്രിസർവ് ചെയ്യണം.
ഈവൻ ഹാർട്ടിലാണേലും പോയി നമ്മൾ ഈ സ്റ്റെന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽ സാധനങ്ങളാണ്. അതെല്ലാം നമ്മളവിടെ കയറ്റിയിടുമ്പം അത് നമ്മുടെ ഫോറിൻ ബോഡിയാണ് നമ്മൾ ഇടുന്നത്. ഈവൻ ബൈപ്പാസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു മേജർ സർജറിയാ. ഹാർട്ടിന് ഓൾറെഡി വയ്യ. പഴയ കാലത്തൊക്കെ ആണെങ്കിൽ ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അയാൾ ഹൈ റിസ്ക് എന്നായിരുന്നു കണക്കാക്കുന്നത്. ഇപ്പോൾ യൂട്രസ് എടുത്തു കളയാനുള്ള ഓപ്പറേഷൻ ആണെങ്കിൽ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട്, BP ഉള്ളവരാണ് ഈസ് കൺസിഡർഡ് എസ് എ ഹൈ റിസ്ക് പേഷ്യന്റ്. അപ്പം ഹാർട്ടിന് പ്രോബ്ലം ഉള്ള ഹാർട്ട് തന്നെ തുറന്നു വെച്ചുള്ള സർജറി ചെയ്യാന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ വെരി റിസ്കി സർജറി. അപ്പൊ അതും നമ്മൾ മനസ്സിലാക്കണം. ഹാർട്ട് ലങ് മെഷീൻ സോ മച്ച് ഓഫ് എഫേർട്സ് വരുന്ന കാര്യങ്ങളാണ്. അതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ഒരു നമുക്ക് ഫുഡ് ഡയറ്റും എക്സസൈസും വെച്ച് മാനേജ് ചെയ്യാവുന്ന കാര്യങ്ങൾ അതിനകത്ത് വരുന്നുള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കി, പക്ഷെ അതിനുള്ള വില്ലിങ്നെസ് ഉണ്ടാകണം. ഇപ്പൊ എനിക്ക് ചോറും ഭക്ഷണം ഒന്നും കൺട്രോൾ ചെയ്യാൻ വയ്യ എന്ന് പറയുന്ന ഒരാൾക്ക് ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ പറ്റിയല്ല. അവർ വേറെ എന്ത് വേണമെങ്കിലും അല്ലാത്ത ഓപ്ഷൻസ് എടുക്കാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളിപ്പം ബൈപ്പാസ് ഒക്കെ ചെയ്ത് കഴിയുമ്പം മിക്കവാറും ഒരു 3 മാസത്തേക്ക് ഫുഡൊന്നും പറ്റില്ലായിരിക്കും. ഭയങ്കര റെസ്റ്റും ഒക്കെ ആയിരിക്കും. 1 മാസം ഒന്നും കഴിക്കാൻ തന്നെ പറ്റില്ല, ഇറക്കാൻ തന്നെ പറ്റില്ലല്ലോ, ഇത്രയും വലിയ ഊണ്ടൊക്കെ അല്ലേ. ആ സമയത്ത് വരുന്ന വെയിറ്റ് റിഡക്ഷനും കൊണ്ടും അന്നേരം നമ്മൾ പേടിച്ചിട്ടും അന്നേരം കഴിക്കാൻ പറ്റാത്തതുകൊണ്ടും കഴിക്കുന്നതിന്റെ കുറവുകൊണ്ട് മാത്രമുള്ള ബെനിഫിറ്റാണ് അവർക്ക് കിട്ടുന്നത്. ഇതൊന്നും ചെയ്യാതെ നമ്മൾ മനസ്സോടുകൂടി ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ ചെയ്യാവുന്നേ ഉള്ളൂ. ഈവൻ നമ്മൾ കാണാറുണ്ട് ഈ ട്രൊപ്പോണിൻ, നമ്മൾ ഹാർട്ടിന്റെ ഉടനെ അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ടോ അല്ലെങ്കിൽ മസിൽ ഡാമേജ് വന്നിട്ടുണ്ടോ എന്ന് അറിയാനുള്ളതാണ് ട്രൊപ്പോണിൻ എന്നുള്ള ടെസ്റ്റ്. അപ്പൊ അത് കൂടി നിൽക്കുന്നവർക്ക് പോലും അത് വിതിൻ 1 or 2 weeks കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ നോക്കിക്കൊണ്ട് നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് ഒരു കാര്യം ചെയ്യേണ്ടത്. ഇപ്പം എല്ലാം എവിഡൻസ് ബേസ്ഡ് ആയിരിക്കണം. ഇതെല്ലാം നമുക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ഇമ്പ്രൂവ്മെന്റ് നമുക്ക് ഫിസിക്കലി തന്നെ അറിയാൻ പറ്റും, അതുപോലെ തന്നെ ടെസ്റ്റ് വൈസും അറിയാൻ പറ്റുന്നേ ഉള്ളൂ. HSCRP, ട്രൊപ്പോണിനൊക്കെ കുറഞ്ഞു വരുന്നതനുസരിച്ച് നമുക്ക് നമ്മളുടെ ഇന്റേണൽ ഓർഗൻസ് കറക്റ്റ് ആകുന്നു എന്നുള്ളത് ഉറപ്പിക്കാനും പറ്റുമല്ലോ. അപ്പം അതുപോലെ തന്നെ നമ്മൾ തൈറോയിഡിൻ്റെത് ഡെഫിനറ്റ്ലി അത് അങ്ങനത്തെ ഒരു എമർജൻസി ഒന്നും ഇല്ലാത്ത കാര്യമാണ്. തൈറോയിഡ് സർജറീസ് ഒന്നും എലക്റ്റീവാണ്. അല്ലാതെ വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർ തൈറോയിഡിസത്തിന് ചെയ്യുന്നതാണ്. ഹൈപ്പർ തൈറോയിഡിസത്തിനാണെങ്കിലും നമ്മൾ സർജറി ചെയ്ത് കഴിയുമ്പോൾ സർജറി ഈസ് എ വെരി റിസ്കി തിങ്. തൈറോയിഡ് സ്റ്റോം എന്നൊക്കെ പറഞ്ഞു വരാം. അതായത് സർജറിയുടെ സമയത്ത് കൂടുതൽ തൈറോയിഡ് ഹോർമോൺ പുറത്തു വന്ന് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ വരാം. അപ്പം അതിന് നമ്മൾ അങ്ങനെ പ്രശ്നങ്ങൾ ഹൈപ്പർ തൈറോയിഡിസം ഉള്ളപ്പം ഈ തൈറോയിഡിന്റെ ഹോർമോൺ ഉണ്ടാകുന്നത് കുറയ്ക്കാനുള്ള മരുന്നുകളുണ്ട്. ആ മരുന്നുകൾ എടുക്കാം. പിന്നെ എപ്പോഴും ഹാർട്ടിന്റെ ഇങ്ങനെ റേറ്റ് കൂടുന്നതും ഒക്കെയാണ് അതിന്റെ പ്രോബ്ലം. അപ്പൊ ഹാർട്ടിന്റെ ബീറ്റ് കുറയ്ക്കാൻ ഈ ബീറ്റ ബ്ലോക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞ മരുന്നുകളുണ്ട്. അത് കഴിച്ച് അതിനൊപ്പം തന്നെ ലൈഫ് സ്റ്റൈൽ കൺട്രോൾ ചെയ്യുക. എന്നിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ട് അത് കറക്റ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇനി ചെയ്യേണ്ടത്. ശരിക്കും ഈ തൈറോയിഡ് പ്രോബ്ലം ഉള്ളവർക്ക് മെന്റൽ ഹെൽത്തിനും ബുദ്ധിമുട്ടുകളുണ്ട്. അവരുടെ ശരിക്കും അവരുടെ ഇമോഷണൽ ബാലൻസ് കുറയും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് എത്രമാത്രം ശരിയാണ്? ബ്രെയിൻ സെൽസിന്റെ ഫങ്ഷൻ വെച്ചാണല്ലോ നമ്മളുടെ ഇമോഷൻസും മെന്റൽ ആക്ടിവിറ്റിയും എല്ലാം നടക്കുന്നത്. നമ്മുടെ ലേണിംഗ് കപ്പാസിറ്റി, കോഗ്നിഷൻ, അനാലിസിസ്, ഇതെല്ലാം നമ്മുടെ ബ്രെയിനാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ബ്രെയിൻ സെൽസിന് വേണ്ട അത്യാവശ്യം അതിൻ്റെ അകത്തെ മെറ്റബോളിസത്തിന് വേണ്ട അതിൻ്റെ അകത്ത് കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ തൈറോയ്ഡ് ഹോർമോൺ വേണം. അപ്പം അതുപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിന് തെറ്റുമ്പം ഈ തൈറോയിഡിന്റെ ഒരു കുറവുണ്ട്. ഹൈപ്പോതൈറോയിഡിസം ഉള്ള ഒരാൾക്ക് ഈ ആ ഒരു ഇതിനെ മാത്രമല്ല അഫക്റ്റ് ചെയ്യുന്നത്, മറ്റ് ഇമ്മ്യൂൺ സിസ്റ്റത്തെയും മറ്റ് ഓർഗൻസുമായിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റം ബേസിക് പ്രോബ്ലം ഇമ്മ്യൂൺ സിസ്റ്റത്തിനാണ്. ഇമ്മ്യൂൺ സിസ്റ്റം തന്നെയാണ് ബ്രെയിനിലാണെങ്കിലും വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് തൈറോയിഡിന് വേണ്ടിയിട്ട് TPO, TG എന്നൊക്കെ ഉള്ള ഓട്ടോഇമ്മ്യൂൺ ആന്റിബോഡീസ് നോക്കാം. ഇപ്പൊ നമുക്ക് വേറെ ഹൺഡ്രഡ്സ് ഓഫ് ഓട്ടോഇമ്മ്യൂൺ ആന്റിബോഡീസ്, ഇതെല്ലാം നമുക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇപ്പൊ ബ്രെയിൻ നെർവ് സെൽസിന് വേണ്ടതുണ്ടോ, അതിന്റെ ഷ്വാൻ സെൽസിന് ഇതുള്ളതുണ്ടോ, അങ്ങനെ. അതായത് നെർവിന് കുറച്ച് നെർവ് മാത്രമല്ല, അതിന് പ്രൊട്ടക്റ്റീവ് സെൽസ് ഉണ്ട്. അപ്പൊ ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ ഉള്ള ആന്റിബോഡീസ് ഉണ്ടോ? പിന്നെ ഈവൻ ദറ്റ് നമ്മളുടെ ഈ നെർവ് കണ്ടക്ഷൻ നടക്കുമല്ലോ, അതിന് അസിറ്റൈൽ കോളിൻ എന്നൊക്കെ പറഞ്ഞ റിസപ്റ്റേഴ്സ് ഉണ്ട്. ഈ റിസപ്റ്റേഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡീസ് വരാം. അങ്ങനെ സോ മെനി പ്രോബ്ലംസ് വരാം. അപ്പം അതും കൂടെ കൂടിയാണ്. തൈറോയിഡിന്റെ ഒരു പ്രോബ്ലം ഉള്ളവർക്ക് മാനസിക പ്രശ്നങ്ങൾ ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഒന്നാമത് അവർ ഡള്ളായിരിക്കും. അവർക്ക്
അവർക്ക് അവരുടെ ജോലികൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അവരുടേതായിട്ട് മറ്റുള്ള ഫാമിലിയിലുള്ള സ്ട്രെസ് വരും, ജോലി സ്ഥലത്തുള്ള സ്ട്രെസ് വരും. ഇതെല്ലാം കൂടെ കൂടുമ്പോഴേക്കും കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകും. അപ്പോൾ അവരുടെ ബ്രെയിനും ഫങ്ഷൻ ചെയ്യുന്നില്ല. സോ എല്ലാ തീന്നും പ്രഷേഴ്സും വരാൻ തുടങ്ങും. അപ്പോൾ ഒരാളുടെ ഇത് തെറ്റി ഈവൻ ഡിപ്രഷന് മരുന്നിലേക്ക് പോകും, ആങ്സൈറ്റിക്ക് മരുന്നിലേക്ക് പോകും. അതും കൂടെ വരുമ്പോഴേക്കും ഇതെല്ലാം മരുന്നുകൾ പിന്നെയും കൂടുന്നതനുസരിച്ച് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീണ്ടും വീക്ക് ആവുകയാണ് ചെയ്യുന്നത്. അവരുടെ വർക്ക് ലോഡ് കൂടുകയാണ്. ഒരാൾക്ക് വയ്യാതിരിക്കുമ്പം പിന്നെയും പണി കൊടുക്കുകയാണ്. നമ്മൾ ഈ മരുന്നുകൾ കൊടുക്കുന്നതനുസരിച്ച് അവർ വീണ്ടും അതിനും കൂടെ ഹാൻഡിൽ ചെയ്യാൻ നോക്കണം. കാരണം ഇതൊന്നും മരുന്നെന്ന് പറയുന്ന ഒന്നും ഒരു പോഷകമല്ല. നമ്മുടെ ബോഡിക്ക് വേണ്ടത് ആകെ ന്യൂട്രിയൻസ് ആണ്. ആകെ ന്യൂട്രിയൻസും അതിന് വേണ്ട ഒരു സ്റ്റിമുലേഷൻ, എക്സസൈസ്, വ്യായാമം പോലെയുള്ളതുമാണ് വേണ്ടത്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അത് ബോഡിയിലെല്ലാം എത്തണമെന്നുണ്ടെങ്കിൽ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യണം. അപ്പം സർക്കുലേഷൻ കൂട്ടാൻ, ബ്ലഡ് രക്തയോട്ടവും നമ്മുടെ ലിംഫാറ്റിക് ഡ്രെയിനേജും ഒക്കെ കൂട്ടാനുള്ള രീതിയിലുള്ള എക്സസൈസ്, അല്ലാതെ നമ്മൾ കുറെ കിടന്ന് ഹെക്ടിക് ആയിട്ടുള്ള എക്സസൈസ് ചെയ്തിട്ടോ അല്ലെ ഹെക്ടിക് പണി ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് ബോഡിക്ക് വേണ്ടത് മോഡറേറ്റ് ആയിട്ട് നമ്മുടെ സർക്കുലേഷൻ കൂട്ടാന്, അത് നെർവ്സിന്റെ ഫങ്ഷൻ കൂട്ടാന്, ബ്ലഡിന്റെ സർക്കുലേഷൻ കൂട്ടാന്, വേസ്റ്റ് ഡ്രെയിനേജ് ഇതൊക്കെ ചെയ്യാൻ ഇതിനൊക്കെയാണ് വേണ്ടത്. അപ്പൊ അതിന് വേണ്ട സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ചില കേസുകളിൽ ഇപ്പം ഈ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഡയറ്റ് നോക്കുന്നവരും അങ്ങനത്തെ ഉള്ള സാഹചര്യത്തിലുള്ളവര് ഈ തൈറോയിഡ് കാരണമാണ് വെയിറ്റ് കുറയാത്തതെന്നുള്ള സംശയം അവർക്ക് ഉണ്ടാവാറുണ്ട്. അത് ഈ തൈറോയിഡിന്റെ പ്രശ്നം കൊണ്ട് അങ്ങനെ വെയിറ്റ് ഗെയിൻ ചെയ്യുക അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ നോക്കിയാൽ അത് നടക്കാതിരിക്കുകയോ ചെയ്യുന്ന ഒരു പ്രവണതയുണ്ടോ? പലർക്കും വെയിറ്റ് തൈറോയിഡിന്റെ ഉള്ളവർക്ക് കൂടുതൽ പാടായിരിക്കും. വെയിറ്റ് കുറയ്ക്കാൻ നോക്കുമ്പോൾ കുറയുന്നില്ല എന്നുള്ളത്. മറ്റുള്ളവർക്കാണേലും പലപ്പോഴും പറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ വെയിറ്റ് കുറയ്ക്കാൻ നോക്കുമ്പോൾ പലർക്കും പറ്റാത്തതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തൈറോയിഡിന്റെ പ്രോബ്ലം ഉള്ളവർക്ക് പ്രത്യേകിച്ചും അവർക്ക് ക്ഷീണവും കൂടി ആയിരിക്കും. അവരെ കൊണ്ട് എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അതിനെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ എനർജി പ്രൊഡക്ഷൻ കറക്റ്റ് ആകുന്നില്ലല്ലോ, അതുകൊണ്ടാണ് അവർക്ക് ക്ഷീണം വരുന്നത്. പിന്നെ ഇത് ഈ മെറ്റബോളിസം നടക്കണം, എന്നാലേ ഈ ഫാറ്റ് യൂസസ്, വെയിറ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഫാറ്റ് യൂസ് ചെയ്ത് പോകണം. അപ്പം 1 കിലോ വെയിറ്റ് കുറയണമെങ്കിൽ 7,700 കിലോ കാലറി യൂസ് ചെയ്യണം. നമ്മളുടെ ഇപ്പോഴത്തെ സെഡൻഡറി ലൈഫിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരാൾക്ക് ഒരു 1000 or 1500, പ്രത്യേകിച്ച് തൈറോയിഡൊക്കെ ആയിട്ടുള്ള ഡള്ളായിട്ടിരിക്കുന്ന കമ്പ്യൂട്ടറിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വല്ല 1000 കാലറിയെ വേണ്ടി വരുള്ളൂ. നമ്മൾ ഈ 2000 2500 ഒക്കെ പഴയ കണക്കാണ്. നമ്മൾ നന്നായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഉള്ള കാലറി നേഴ്സാണ്. ഇപ്പോഴും ഇങ്ങനെ നമ്മൾ അനങ്ങാതിരിക്കുമ്പോൾ നമുക്ക് വല്ല 1000 കാലറിയോ മേ ബി ലെസ് ദാൻ ദാറ്റ് ആവശ്യം വരുന്നുള്ളൂ. അപ്പൊ അത്രയും കാലറിക്കകത്തോണ്ട് നിന്നുകൊണ്ട് നമുക്ക് അത്രയും ഇത് കുറയ്ക്കുമ്പോഴേക്കും എന്ത് പറ്റുമെന്ന് വെച്ചാൽ ന്യൂട്രിയൻസ് ഉണ്ടാവില്ല. ഈ തൈറോയിഡ് പേഷ്യൻസിന്റെ ഒക്കെ നമ്മൾ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ നോക്കുമ്പോൾ പല ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഓൾറെഡി ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ തൈറോയിഡിന്റെ കുറവാ, അതിന്റെ കൂടെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി വന്നതുകൊണ്ടാണ് ഈ ഇതിലേക്കൊക്കെ വന്നിരിക്കുന്നത്. നമുക്ക് വേണ്ട ന്യൂട്രീഷൻ കിട്ടാത്തത് കൊണ്ട് വന്ന ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വന്ന തകരാറുകൾ കൊണ്ടാണ് തൈറോയിഡിലേക്കൊക്കെ പോകുന്നത്. അപ്പം നമ്മൾ ഫുഡും കൂടെ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് സാധാരണ ഒരു ഫുഡിൽ നിന്ന് നമുക്ക് വേണ്ട ന്യൂട്രീഷൻ എല്ലാം കിട്ടണമെങ്കിൽ ശരിക്കും ഒരു 2500 കാലറി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ആവറേജ് ഫുഡിൽ നിന്ന് നമുക്ക് പറ്റുള്ളൂ. അത് തന്നെ നല്ല ബാലൻസ്ഡ് ആയിട്ട് എടുത്താലാണ് നമുക്ക് വേണ്ട ന്യൂട്രീഷൻ കിട്ടുകയുള്ളൂ. അതിൻ്റെ കൂടെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയും കൂടി ഉണ്ടെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും നടക്കാതെ വരും. അതുകൊണ്ടാണ് നമുക്ക് വെയിറ്റ് കുറയാൻ പറ്റാത്തത്. ഒന്ന് നമുക്ക് ഫുഡ് കുറയ്ക്കാൻ പറ്റില്ല. ഫുഡ് കുറച്ചാൽ തന്നെ അതിനകത്ത് നമ്മൾ കഴിക്കുന്നത് എന്താ, സാധാരണ ചോറും ഇതുമൊക്കെ അല്ലേ, അതിനകത്ത് കാലറി മാത്രമേ ഉള്ളൂ. ന്യൂട്രീഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ലീഫി വെജിറ്റബിൾസ്, അതുപോലെ പയറുവർഗ്ഗങ്ങൾ, നോൺ വെജ് ഐറ്റംസ് ഒക്കെ വന്നാൽ അതിനകത്ത് ഒരു മിനിമം കാലറിക്കകത്തുനിന്ന് ന്യൂട്രീഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറ്റുള്ളൂ. അപ്പൊ അതാണ് ഒരു നോർമലായിട്ടുള്ള ഒരാൾക്ക് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഡയറ്റ് വെച്ചുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. നമ്മുടെ ബോഡിയെ ഓക്കെ ആക്കി കൊണ്ടുപോകാൻ പറ്റും. വെയിറ്റ് കൂടാതെ നോക്കാം. പക്ഷെ കുറയ്ക്കാൻ അത്ര എളുപ്പമല്ല. അല്ലെങ്കിൽ അതുപോലെ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാൻ, തൈറോയിഡ് ഉള്ള ഒരാൾക്ക് അത്ര ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും പറ്റണമെന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും പറ്റാതെ വരുന്നത്. ഈ തൈറോയിഡ് പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നമ്മളുടെ മുടി കൊഴിച്ചിലിന് കാരണം ആവും എന്നുള്ളൊരു ഒരു സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്.
ചിലര്. അപ്പം അത് എത്രമാത്രം ശരിയാണ്? മുടി കൊഴിച്ചിൽ വളരെ കോമണാ. തൈറോയിഡിന്റെ ഹൈപ്പറിലും വരാം, തൈറോയിഡിലും വരാം. കാരണം ഈ തൈറോയിഡിന്റെ കൊണ്ട് മാത്രമാണെന്നില്ല, ഏത് രോഗം വരുമ്പോഴും നമുക്ക് മുടി കൊഴിയാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഈവൻ എന്തെങ്കിലും ഒരു ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ മുടിയാണ് ആദ്യം കൊഴിയുക. കാരണം മുടി അത്യാവശ്യമുള്ള സാധനമല്ലല്ലോ. അപ്പം ആദ്യം അത് നമ്മുടെ ബോഡി ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ആയിട്ട് ആവശ്യമില്ലാത്തത് ഒഴിവാക്കുന്നത് പോലെ മുടി അങ്ങ് ഒഴിവാക്കാൻ നോക്കുന്നു എന്നുള്ളതാണ്. അപ്പം തൈറോയിഡിന്റെ കുറവ് നമ്മൾ എപ്പോഴും നോക്കുക. അതുപോലെ തന്നെ നമ്മൾ തൈറോയിഡിന്റെ ഹോർമോൺ കഴിച്ചാൽ പോലും അവരുടെ മുടി കൊഴിച്ചിൽ പലപ്പോഴും തൈറോയിഡ് ഹോർമോൺ ഈ ഹൈപ്പോതൈറോയിഡിസത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മുടി കൊഴിച്ചിലിന് വലിയ കുറവ് വരണമെന്നില്ല. പിന്നെ അവർ മൾട്ടി വൈറ്റമിൻസും അതെല്ലാം കറക്റ്റ് ചെയ്താൽ മാത്രമാണ് ഈ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയും അതിൻ്റെ ഏത് രോഗത്തിൻ്റെയും പാർട്ടായിട്ട് കുറച്ചൊരു ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഒരു ഇംബാലൻസും ഉണ്ടാവും. അതും കൂടെ കറക്റ്റ് ചെയ്യുമ്പോഴേക്കുമാണ് നമുക്ക് ഈ മുടി കൊഴിച്ചിലും ഒക്കെ കുറയ്ക്കാൻ പറ്റുന്നത്. ഈ തൈറോയിഡിന് മരുന്ന് കഴിക്കുന്ന സാഹചര്യത്തിൽ ചിലരോട് പറയാറുണ്ട് അത് ഇങ്ങനെ ലൈഫ് ലോങ് ആയിട്ട് കഴിക്കണമെന്ന്. അങ്ങനെ പറയുന്നതിന്റെ ആവശ്യം എന്താണ്? തൈറോയ്ഡ് ഹോർമോൺ നമുക്ക് എല്ലാ ദിവസവും എല്ലാ നേരത്തും വേണ്ട സാധനമാണ്. അതിപ്പം ആവശ്യം അനുസരിച്ച് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് സാധാരണ വരുന്ന ഒരു യൂഷ്വൽ പാറ്റേൺ അതാണ് വരുന്നത്. അപ്പം വൺസ് അത് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ പറ്റില്ലല്ലോ. അത് കിട്ടിക്കൊണ്ടിരിക്കുക. അതാണല്ലോ നമ്മൾ ഏത് ജീവിതശൈലി രോഗത്തിനും, ഇത് തൈറോയ്ഡ് എന്ന് പറയുന്ന ഒരു ജീവിതശൈലി രോഗമാണ്. അപ്പം ജീവിതശൈലി രോഗം ഐതർ ജീവിതശൈലി കറക്റ്റ് ചെയ്ത് രോഗത്തിൽ നിന്ന് മാറണം, അല്ലെങ്കിൽ ലൈഫ് ലോങ് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കണം. ഈ തൈറോയിഡിന്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ തൈറോക്സിൻ വളരെ നിസ്സാര വിലയേ ഉള്ളൂ. 50 ഗ്രാമിനാണെങ്കിലും 100 ഗ്രാമിനാണെങ്കിലും ഒക്കെ ഒരു പൈസയുടെ വിലയെ വരുന്നുള്ളൂ ഒരു ഗുളികയ്ക്ക്. സോ അതുകൊണ്ടൊരു കോസ്റ്റ് ആർക്കും ഒരു വിഷയമാകുന്നില്ല. തൈറോയിഡല്ലേ, എന്നാൽ പിന്നെ അതങ്ങ് കഴിച്ചാൽ മതി. പേരൻസ് ആണെങ്കിലും കൊച്ചു പിള്ളേർക്ക് തൈറോയിഡ് 10-12 വയസ്സുള്ള പിള്ളേർക്ക് വരുമ്പോഴും അതും അങ്ങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിന്. പക്ഷെ തൈറോയ്ഡ് ഹോർമോൺ സപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് കുറവുണ്ട്. നമുക്ക് സാധാരണ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ തൈറോയിഡിന്റെ നമ്മുടെ ബോഡിയുടെ ആവശ്യം അനുസരിച്ച് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇപ്പോൾ ഒരു പനി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തൈറോയ്ഡ് ഹോർമോണിന്റെ ആവശ്യം കൂടും, മെറ്റബോളിസം കൂടുതൽ വേണം, ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വർക്ക് ചെയ്യണം. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ബോഡി കറക്റ്റായിട്ട് തൈറോയ്ഡ് ഗ്ലാൻഡ് ഉണ്ടാക്കും. അതുപോലെ നമ്മൾ റെസ്റ്റിലാണെങ്കിൽ അത് കുറയ്ക്കും. അങ്ങനെ ചെയ്യാൻ പറ്റും. ഇതിപ്പം നമ്മൾ കഴിക്കുന്ന ആ ഗുളികയെ ഡിപ്പെൻഡ് ചെയ്താണ് പോകുന്നത്. ഇപ്പം ഇതിലെല്ലാത്തിലും ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പണ്ടൊക്കെ നമ്മൾ കരുതരുത് ഹോർമോൺ അല്ലേ ഒരു കുഴപ്പമില്ല, അത് കഴിച്ചുകൊണ്ട് വരെ സൈഡ് ഇഫക്റ്റ് വരാൻ പോകുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡീസ് കാണിക്കുന്നത് തൈറോയ്ഡ് ഹോർമോൺ കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഓൾമോസ്റ്റ് 50% ചാൻസ് കൂടുതലാണ് ക്യാൻസേഴ്സ് വരാൻ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ബ്രെയിൻ ക്യാൻസർ, സ്കിൻ ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ, അങ്ങനെ കുറച്ച് ടൈപ്പ് ഓഫ് ക്യാൻസറിൻ്റെയാണ്, ഒരു 3-4-5 ടൈപ്പ് ഓഫ് ക്യാൻസറിൻ്റെ ചാൻസസ് കൂടുതലാണെന്ന് പല സ്റ്റഡീസും ഇപ്പോൾ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത് ഒരു നിസ്സാരമായിട്ട് കണ്ട ആ ചെറിയ മരുന്ന് കഴിച്ചാൽ അങ്ങ് പൊക്കോളൂന്ന് പോകുന്നുണ്ടാവും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, അത് തൈറോയ്ഡ് ഹോർമോണിന്റെ കുഴപ്പമാണോ, തൈറോക്സിൻ എന്നുള്ള ഹോർമോണാണ് നമ്മൾ എടുക്കുന്നത്, അതിന്റെ കുഴപ്പം കൊണ്ടാണോ, അതോ അത് വന്നിരിക്കുന്ന ഇമ്മ്യൂണിറ്റിയിലെ പ്രോബ്ലംസ്, അതിനെക്കുറിച്ച് സ്റ്റഡിയിൽ പറയുന്നില്ല. എല്ലാവരും ഇതിന്റെ കുഴപ്പം കൊണ്ടെന്നാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് അത് ആ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വന്നിരിക്കുന്ന ഡീറെയിൽമെന്റ് ആണല്ലോ. അപ്പം നാച്ചുറലി ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഒരു രോഗം ഉണ്ടെന്നുണ്ട്, ഓരോ ഓട്ടോഇമ്മ്യൂൺ രോഗം ഉണ്ടെങ്കിൽ അവർക്ക് മറ്റു ഓട്ടോഇമ്മ്യൂൺ രോഗം വരാം. അതുപോലെ ക്യാൻസറിന് സാധ്യത കൂടും, അതുപോലെ ഇൻഫെക്ഷൻസിന് സാധ്യത കൂടും. ഇൻഫെക്ഷൻ വന്നാൽ അതിൻ്റെ കൺട്രോൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളും കൂടുതലായിരിക്കും. അതാണ് ഇതിനകത്ത് വരുന്നത്. അപ്പം നമ്മൾ തൈറോയ്ഡ് ഹൈപ്പോതൈറോയിഡിസം ആണെങ്കിൽ, ഹൈപ്പർ തൈറോയിഡിസത്തിന് പിന്നെ ആർക്കും മരുന്നെടുക്കാതെ അനങ്ങാതിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അത് കുറച്ചും കൂടെ ഇതാണ്, മരുന്നിലാണെങ്കിൽ കൺട്രോൾ ചെയ്ത് അത് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് എടുക്കും. പക്ഷെ ഹൈപ്പോ വരുന്നവർ മനസ്സിലാക്കണം, മരുന്നെടുത്തുകൊണ്ട് കൺട്രോൾ ചെയ്തിട്ട് മാത്രം കാര്യമില്ല. അതിന് TPOയും ATGയും ഓട്ടോ ഇമ്മ്യൂൺ ആൻറ്റിബോഡീസും കൂടെ കറക്റ്റ് ചെയ്യണം. ആ ഓട്ടോ ഇമ്മ്യൂൺ ആൻറ്റിബോഡീസ് കറക്റ്റ് ചെയ്യാൻ ഈ തൈറോക്സിൻ എടുത്തുകൊണ്ട് കാര്യമില്ല. അത് റൂട്ട് കോസ് ആയിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യണം. ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഡീറൈൽമെന്റ് കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് മാത്രമേ അതിൽ നിന്ന് മാറാൻ പറ്റുള്ളൂ. ഈ ഹോർമോൺ റീപ്ലേസ്മെന്റിനെ പറ്റിയാണല്ലോ നമ്മളിപ്പം സംസാരിച്ചത്. പക്ഷെ എന്തുകൊണ്ടാണ് പറയുന്നത് ഈ ഹോർമോൺ റീപ്ലേസ്മെന്റ് ആണെങ്കിൽ പോലും
ഈ ഈ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്ക് പലർക്കും വേറെ മരുന്നുകളും കഴിക്കേണ്ടി വരുന്നുണ്ടല്ലോ. അപ്പം ഈ ഹോർമോൺ ആണെങ്കിൽ പോലും എന്തുകൊണ്ടാണ് ബാക്കിയുള്ള മരുന്നുകളായിട്ട് ഇന്ററാക്ട് ചെയ്ത് പ്രോബ്ലംസ് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറയുന്നത്? മരുന്നുകളെല്ലാം ഇന്ററാക്ട് ചെയ്യും. നമ്മളിപ്പം ഈവൻ നമ്മളുടെ ഒരു മരുന്നിന്റെ ഒരു കമ്പനി റിലീസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രിസ്ക്രിപ്ഷൻ ഇൻഫർമേഷൻ ഉണ്ടാവും, അതുപോലും ലിമിറ്റഡ് ആണ്. കുറെ കാലങ്ങൾക്ക് ശേഷം ഇതിന്റെയൊക്കെ സൈഡ് ഇഫക്റ്റും ഒക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്കവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. ഒരു രോഗം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മളുടെ ബോഡിയിൽ നടക്കേണ്ട പോലെയല്ല കാര്യങ്ങൾ നടക്കുന്നത്. നമ്മളുടെ ബോഡിക്കൊരു രീതിയുണ്ട്, ഒരു നേച്ചറുണ്ട്. ഹ്യൂമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഇന്ത്യൻ ആണെങ്കിലും യൂറോപ്യൻ ആണെങ്കിലും ആഫ്രിക്കൻ ആണെങ്കിലും ഒക്കെ അവരുടെ ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും കോമൺ ഒരു ഫാക്ടറാണ്. ഇപ്പം നമ്മൾ ഡോഗ്സ് ആണെങ്കിൽ പൊമറേനിയൻ ഉണ്ട്, അൽസേഷ്യൻ ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഉണ്ടെങ്കിലും അവരുടെ എല്ലാം ബേസിക്സ് ഒന്ന് തന്നെയായിരിക്കും വരുന്നത്. ഈവൻ മനുഷ്യനാണെങ്കിലും അതുപോലെ തന്നെയാണ്. അപ്പം നമ്മളുടെ ബോഡിയിൽ മെറ്റബോളിസവും കെമിക്കൽ റിയാക്ഷനും തെറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായ ഡിഫിക്കൽട്ടീസ് വരും. അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളത്, മരുന്ന് വെച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇമ്മീഡിയറ്റ് ഒരു ഡിസ്കംഫോർട്ട് വന്നു, ഹൈപ്പോതൈറോയിഡിസം ആണെങ്കിൽ കറക്റ്റ് ചെയ്തുകൊണ്ട് വരാനുള്ള സമയം നീട്ടിയെടുക്കാൻ വേണ്ടി ഇപ്പം തൈറോയ്ഡ് ഹോർമോൺ കുറഞ്ഞു പോയി, തീരെ കുറവാണ്. അപ്പൊ നമ്മൾ പിറ്റേ ദിവസം തന്നെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് എടുക്കാൻ നല്ലതാണ്. അപ്പൊ തന്നെ നമുക്ക് തൈറോയ്ഡ് ഹോർമോൺ ഉണ്ട്, അത് കഴിക്കുക. അത് ഇമ്മീഡിയറ്റ്ലി പാരലായിട്ട് കറക്റ്റ് ചെയ്യുന്നതിനാണ് ഇമ്പോർട്ടൻസ് ഫസ്റ്റ്. പാരലി തന്നെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് കഴിക്കാൻ തുടങ്ങിയ മരുന്നിൽ നിന്ന് മോചനം നേടണം. അതുപോലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വന്നിരിക്കുന്ന കുഴപ്പം മാറ്റി T3 T4 മാത്രം കറക്റ്റ് ആക്കിയാൽ പോരാ, അത് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ T3 T4 TSH കറക്റ്റ് ചെയ്യാൻ വിതിൻ 1 or 2 വീക്സിനുള്ളിൽ മരുന്നും കഴിച്ചു കഴിഞ്ഞാൽ അതാവും. അത് നോർമൽ ആയി കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ തുടങ്ങി അവരുടെ എന്താണ് പ്രോബ്ലം, മിക്കവാറും ഓവർ വെയിറ്റ് ഉണ്ടാവും, അത് നമ്മുടെ ബോഡിയിൽ ടോക്സിൻ കെട്ടിക്കിടക്കുന്നുണ്ടാവും. അത് കുറച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ആ മരുന്നും നമുക്ക് തൈറോക്സിനും അങ്ങ് നിർത്താവുന്നേ ഉള്ളൂ. വിതിൻ 1 or 2 തുടങ്ങിയെന്നും കരുതിക്കൊണ്ട് അത് പിന്നെ ജീവിതകാലം മുഴുവൻ എടുക്കണമെന്നില്ല. തുടങ്ങി അത് കറക്റ്റ് ആവശ്യത്തിനും എടുക്കുക, അപ്പം ക്ഷീണമൊക്കെ കുറയും. അപ്പോഴേക്കും നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുക, അതിന് മോചനം നേടുക. പിന്നെ ഫൈനലി നോക്കിക്കൊണ്ടിരിക്കേണ്ട TPOയും ATGയും കൂടെ നോർമൽ ആയെന്ന് കണക്കാക്കുക. അതിലാണ് തൈറോയ്ഡ് ഫംഗ്ഷൻ നോക്കുന്നത് പോലെ അതും കൂടെ നോക്കി അതും കറക്റ്റ് ആണെന്ന് നമ്മൾ ഉറപ്പിക്കുകയും ചെയ്യണം. വൺസ് നമ്മൾ യൂഷ്വലി 3 months ആണ് നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ആക്റ്റീവായിട്ട് നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊടുക്കുന്നത് 3 മാസത്തേക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ 3 മാസത്തിനുള്ളിൽ നമ്മുടെ ബോഡിയുടെ കറക്റ്റായിട്ട് നോക്കുന്ന വലിയ ഓവർ വെയിറ്റ് ഒന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ 3 മാസം കൊണ്ട് ഏകദേശം കാര്യങ്ങൾ കറക്റ്റായിട്ടുണ്ടാവും. പിന്നെ സപ്ലിമെന്റ്സ് നമ്മൾ ഈ ഫുഡ് ന്യൂട്രീഷനും ഒക്കെ എന്തെങ്കിലും എടുക്കണം എന്നുള്ളതല്ലാതെ പിന്നെ അതുപോലെ എക്സസൈസും ഒക്കെ കണ്ടിന്യൂ ചെയ്യണം. ബേസിക്കലി നമ്മൾ കൊടുക്കുന്നത് 3 മാസത്തേക്കാണ്. പിന്നെ അതിന്റെ കണ്ടിന്യൂഷൻ ഓരോരുത്തർക്കും ആവശ്യമുള്ളതനുസരിച്ച് ഓരോരുത്തരുടെയും കണ്ടീഷൻ അനുസരിച്ച് എക്സ്റ്റെൻഡ് ചെയ്യുകയോ അത് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ യൂഷ്വലി ഒരു 3 മാസം കൊണ്ട് എല്ലാ മെഡിസിൻസും തീർന്നിട്ടുണ്ടാവും. ഓൾമോസ്റ്റ് ഒരു 90% ബോഡി പാരാമീറ്റേഴ്സും കറക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും, അൺലെസ് അവർ ഒത്തിരി ഓവർ വെയിറ്റ് അല്ലാത്തവരാണെങ്കിൽ. 100 150 ഒക്കെ ഉള്ളവർക്ക് കറക്റ്റ് ചെയ്ത് ബോഡി പാരാമീറ്റേഴ്സ് കറക്റ്റ് ചെയ്യാൻ കുറച്ചും കൂടി സമയം എടുക്കും. യൂഷ്വലി ബ്ലഡ് പാരാമീറ്റേഴ്സ് ഒക്കെ നേരത്തെ തന്നെ വിതിൻ 3 months എല്ലാ ബ്ലഡ് പാരാമീറ്റേഴ്സും തന്നെ കറക്റ്റ് ആയിട്ടുണ്ടാവും. അപ്പം അതാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്. അപ്പം നമ്മൾ കരുതും ജീവിതശൈലിയൊക്കെ കറക്റ്റ് ചെയ്ത് എത്ര നാളെടുക്കുമെന്ന്. ആക്ച്വലി മരുന്ന് വെച്ചിട്ട് കറക്റ്റ് ചെയ്യുന്നതിനേക്കാളും ഫാസ്റ്ററാണ് ലൈഫ് സ്റ്റൈൽ. ഈ ക്ലിനിക്കലി ഞാൻ സ്വയം ചെയ്യുന്ന കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്, ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ. അതിന് സ്വയം ചെയ്യുന്ന കാര്യത്തിൽ എന്താ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സ്വയം ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് എല്ലാ ന്യൂട്രീഷനും ഉണ്ടോ എന്ന് ഉറപ്പാക്കാൻ പറ്റില്ല, എവിടെയാണ് ഡെഫിഷ്യൻസി വരുന്നതെന്ന് ഉറപ്പാക്കാൻ പറ്റില്ല. ഇത് ഇത്ര ഫാസ്റ്റ് റിസൾട്ട് കിട്ടാനും കാരണം നമ്മൾ ആ ന്യൂട്രീഷൻ എല്ലാം ഉണ്ടെന്ന് ഉറപ്പാക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് പറ്റാത്തതെല്ലാം സാധനങ്ങളും ടോക്സിൻസ് ഒഴിവാക്കാനും നോക്കുന്നു. അത് പേഷ്യൻ്റ് രോഗി എത്ര കറക്റ്റായിട്ട് ചെയ്യുന്നു അത്ര ഫാസ്റ്റ് ആയിരിക്കും റിസൾട്ട്. കറക്റ്റായിട്ട് ചെയ്യുന്നവർക്ക് കൂടുതൽ നന്നായിട്ട് ചെയ്യുന്നവർക്ക് കൂടുതൽ ഫാസ്റ്ററും പെട്ടെന്ന് റിസൾട്ട് കിട്ടും. കുറച്ച് ഉഴപ്പി ചെയ്യുന്നവർക്ക് അതനുസരിച്ചായിരിക്കും. അപ്പം ഈ മെത്തേഡ് നമ്മളിപ്പം കുറേ നാളുകളായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അത് കാരണം നമുക്ക് ഈ പേഷ്യൻറ്റിൻ്റെയും കൂടി ഇതനുസരിച്ചാണ്. ഇതിനകത്ത് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ലൈഫ് സ്റ്റൈൽ ഡിസീസിന് 100% ഇഫക്റ്റീവാണ്. പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഒരാൾക്ക് ഫെയിലിയർ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ
അതിന്റെ അർത്ഥം അയാളുടെ ഡെഫിഷ്യൻസീസ്, അയാൾക്കത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. പിന്നെ പലപ്പോഴും ഓർഗൻസ് ഫെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇഫക്റ്റീവ് ആകില്ല. ഇപ്പൊ കിഡ്നിയൊക്കെ ഫെയിൽ ചെയ്ത ഒരു കിഡ്നി ആണെങ്കിൽ കംപ്ലീറ്റ്ലി തുടക്കമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, അത് കറക്റ്റ് ചെയ്തുകൊണ്ട് വരാം. പക്ഷെ ഫെയിൽ ചെയ്തവർക്ക് നമുക്ക് പറ്റില്ല, പിന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ പാലിയേറ്റീവ് കെയർ എന്നുള്ളത് പറ്റുള്ളൂ. തൈറോയിഡിന്റെ കാര്യത്തിൽ എപ്പോഴാണ് പറ്റുന്നതെന്ന് വെച്ചാൽ എടുത്തു കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈവൻ അയഡിൻ, ഇപ്പം നമ്മൾ ഈ ഹൈപ്പർ തൈറോയിഡിസത്തിന് അയഡിൻ തെറാപ്പിയാണ് കൊടുക്കുന്നത്. റേഡിയോ ആക്റ്റീവ് അയഡിൻ കഴിച്ച് അതിനെ ഡിസ്ട്രോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. വൺസ് ആൻ ഓർഗൻ നശിപ്പിച്ചു കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ അപ്പൊ അങ്ങനെയുള്ളവർക്ക് തൈറോക്സിൻ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. പക്ഷെ അല്ലാത്തവർക്ക്, തൈറോയിഡിനെ നശിപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ട് റേഡിയേഷൻ വഴിയോ ഓപ്പറേഷൻ വഴിയോ നശിപ്പിച്ചിട്ടില്ലെങ്കിൽ മിക്കവാറും പേർക്ക് നമുക്ക് മരുന്നില്ലാതെ തന്നെ തൈറോയിഡിന്റെ ഫംഗ്ഷൻ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഓൾറെഡി പോയവർക്കാണെങ്കിൽ അത് മരുന്ന് സപ്ലിമെന്റ് കഴിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അതിന്റെ കൂടെയുള്ള മറ്റു രോഗങ്ങൾ കറക്റ്റ് ചെയ്യാനും ഓട്ടോഇമ്യൂൺ പ്രോസസ്, ഇമ്മ്യൂൺ സിസ്റ്റം കറക്റ്റ് ചെയ്യാനും പറ്റും. അപ്പം അതുകൊണ്ട് മറ്റു രോഗങ്ങളിലേക്ക് പോകാതിരിക്കും. അപ്പൊ പലരും ഇങ്ങനെ വരുന്നവർ മറ്റ് പല രോഗങ്ങളും കൂടി ഉണ്ടാകും. ഈ റേഡിയേഷൻ കഴിഞ്ഞിട്ടും തൈറോയിഡ് കഴിഞ്ഞ് എടുത്തു കളഞ്ഞവരും ഒക്കെ. അപ്പൊ ആ പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പക്ഷെ ഒരു ഓർഗൻ കംപ്ലീറ്റ്ലി നശിപ്പിക്കുകയോ അല്ലെങ്കിൽ നാച്ചുറൽ രോഗം കൊണ്ട് നശിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ, കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. ഈവൻ 10-30 വർഷമൊക്കെ തൈറോയിഡിന് ഹോർമോണിന് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നവർക്ക് പോലും നമുക്ക് നിർത്താൻ പറ്റുന്നുണ്ട്. നിർത്തി ഈ മരുന്നില്ലാതെ തന്നെ തൈറോയിഡ് ഫംഗ്ഷൻ നോർമലായിട്ട് പ്രൊവൈഡ് ഒരു നേരത്തെ അയഡിൻ തെറാപ്പിയും സർജറിയും ചെയ്തിട്ടില്ലാത്തവരാണ്. ഈ തൈറോയിഡ് പ്രോബ്ലംസ് ഉള്ളവർക്ക് സ്കിൻ ഡിസോർഡേഴ്സ് കൂടുതൽ വരാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പല ടൈപ്പ് സ്കിൻ ഡിസോർഡേഴ്സും വരാറുണ്ടെന്ന്. ഈ തൈറോയിഡും ഈ സ്കിന്നുമായിട്ട് ശരിക്കും എന്താണ് ബന്ധം? തൈറോയിഡും സ്കിന്നുമായിട്ടുള്ള ബന്ധത്തിനേക്കാൾ ഉപരി ഈ രോഗമെല്ലാം ഇമ്മ്യൂണിറ്റിയിലെ ഡിറൈൽമെന്റ് ആണ് വരുന്നത്. ഇപ്പൊ സ്കിന്നില് ഇപ്പൊ നമ്മളിപ്പോ ഹൈപ്പർ ഗ്രേവ്സ് ഡിസീസ് ആണെങ്കിലും ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആണെങ്കിലും കാരണം ഓട്ടോഇമ്യൂൺ പ്രോബ്ലം, നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ തൈറോയിഡിനെ പോയി അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇപ്പൊ നമ്മളുടെ സ്കിൻ ഡിസീസിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് സോറിയാസിസ് അല്ലെങ്കിൽ എക്സീമ അല്ലെങ്കിൽ ലൈക്കൻ പ്ലാനസ്, ഇതൊക്കെയാണ് കൂടുതലായിട്ട് കാണുന്നത്. ഇതെല്ലാം ഓട്ടോഇമ്യൂൺ ഡിസീസാണ്. അപ്പം പ്രശ്നം നമ്മുടെ സ്കിന്നിന് വരുന്ന, സ്കിന്നിനെ അറ്റാക്ക് ചെയ്താൽ സ്കിന്നിന് വരും, തൈറോയിഡിനെ അറ്റാക്ക് ചെയ്താൽ തൈറോയിഡിന് വരും, അത്ര ജോയിന്റിനെ അറ്റാക്ക് ചെയ്താൽ ജോയിന്റിന് വരും. ഒരു ഓട്ടോഇമ്യൂൺ ഡിസീസ് ഉള്ളവർക്ക് വേറെ മറ്റൊന്നും കയറി വരാം. സോറിയാസിസ് ഉള്ളവർക്കറിയാം അടുത്ത സോറിയാറ്റിക് ആർത്രൈറ്റിസിലേക്ക് ആയിരിക്കും പോകുന്നത്. അതുപോലെ സോറിയാറ്റിക്സിന്റെ ഭാഗമായിട്ട് കണ്ണിനെ ബാധിക്കാം, ഏത് ഓർഗനെ പോലും ബാധിക്കാം. അതുപോലെ തന്നെ തൈറോയിഡിന്റെ ഉള്ളവർക്ക് മറ്റു ഓർഗനെയും കയറി ബാധിക്കാം. അതാണ് ഈവൻ തൈറോയിഡിന്റെ പ്രോബ്ലം കൊണ്ട് നമ്മുടെ ലങ്സിന് ഉള്ളവർക്ക് ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ് വരാം, അതുപോലെ കാർഡിയോമയോപ്പതി വരാം, ഓട്ടോഇമ്യൂൺ കാർഡിയോമയോപ്പതി വരാം. അങ്ങനെ അത് ഹൈപ്പോതൈറോയിഡിസം ഉള്ളവർ അത് വളരെ സൂക്ഷിക്കേണ്ടതാണ്. ഈ ഓട്ടോഇമ്യൂൺ കാർഡിയോമയോപ്പതി വരും, പ്രത്യേകിച്ച് പ്രഗ്നന്റ് ലേഡീസിനൊക്കെ. പ്രഗ്നൻസി കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞിട്ട് ഹാർട്ട് ഫെയിലിയർ ഒക്കെ പോലെ വരുന്നതിന്റെ ഒരു മെയിൻ റീസൺ ഇതാണ്. അപ്പൊ അവിടെ ഓൾറെഡി ഒരു ഓട്ടോഇമ്യൂൺ ഡിസീസ് ഉണ്ടല്ലോ, അതിന് നമ്മളിങ്ങനെ തൈറോക്സിനും കഴിച്ചിങ്ങനെ പോവുകയാണ്. അത് കഴിയും. അതുപോലെ തൈറോയിഡ് പ്രോബ്ലം ഉള്ള ലേഡീസ് പ്രഗ്നന്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കുഞ്ഞിന് ഗ്രോത്ത് റിട്ടാർഡേഷൻ വരാനും പ്രിമച്വർ ഡെലിവറിക്കും ഈവൻ കുഞ്ഞിന്റെ മെന്റൽ വളർന്നു വരുമ്പോഴേക്കും അവരുടെ ആ മെന്റൽ സ്റ്റാറ്റസിനും എല്ലാം കുറവുണ്ടാകും, ഇന്റലിജൻസിന് കുറവുണ്ടാകും. അതായത് എല്ലാവരും മന്ദബുദ്ധിയായി പോകുന്നുണ്ട്, തൈറോക്സിൻ എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വരണമെന്നില്ല. പക്ഷെ എന്തായാലും ഒരു ഒപ്റ്റിമം ആകുകയില്ല. കാരണം അവർക്ക് അവിടെ ഓരോ പ്രോബ്ലം ഉണ്ട്. തൈറോയിഡ് ഉള്ളവർക്ക് മിക്കവാറും മൾട്ടിപ്പിൾ അബോർഷൻസിനൊക്കെ സാധ്യത ഒത്തിരി കൂടുതലാണ്. ഇനി ഇങ്ങനെ കിട്ടിയാൽ പോലും ആ കുഞ്ഞിന്റെ ആരോഗ്യത്തെ പ്രതികൂലമായിട്ട് ബാധിക്കും. അപ്പൊ അതാണ് നമ്മൾ ഓർക്കേണ്ടത്. ഒരു രോഗം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ഓർക്കണം, അത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടേ നമ്മൾ പ്രഗ്നൻസിയിലേക്ക് പോകാവുള്ളൂ. കാരണം ഇപ്പം നമ്മളുടെ ഹെൽത്ത് കുറഞ്ഞു വരിക, ഓരോ ജനറേഷൻ വരുമ്പോഴേക്കും നമ്മളുടെ ലൈഫ് എക്സ്പെക്ടൻസി കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പം ആക്ച്വലി അമേരിക്കയിലൊക്കെ ലൈഫ് എക്സ്പെക്ടൻസി കൂടിയിട്ടത് പിന്നെ കുറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ്. കാരണം അവരാണല്ലോ ആദ്യം ഇത് ചെയ്തത്. അപ്പൊ നമ്മളുടെ കേരളത്തിൽ മോസ്റ്റ് പ്രോബബ്ലി അത് തന്നെ സംഭവിക്കും. നമുക്കാണ് ഏറ്റവും ലൈഫ് എക്സ്പെക്ടൻസി കൂടുതലുണ്ടെങ്കിലും നമ്മുടെ പേരൻസിനൊക്കെ കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ ജനറേഷന് വീണ്ടും ഇപ്പോൾ ഹാർട്ട് അറ്റാക്കും അങ്ങനെയൊക്കെ ചെറുപ്രായത്തിൽ തന്നെ വരുന്നുണ്ടല്ലോ.
അത് നമ്മൾ സൂക്ഷിക്കണം. ഈ തൈറോയിഡിന്റെ കാര്യത്തില് വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളിലും തൈറോയിഡ് ഹോർമോൺസിന്റെ കുറവോ കൂടുതലോ ബാധിക്കാന്ന് പറയുന്നുണ്ട്. അത് എത്രമാത്രം ശരിയാണ്? വയറും നമ്മൾ ഭക്ഷണമായിട്ടാണ് ഇതെല്ലാം റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ രോഗങ്ങളുള്ളവർക്ക്, ഒരു ഓട്ടോഇമ്യൂൺ രോഗമുള്ളവർക്ക് വയറിന് അസ്വസ്ഥതകൾ കൊണ്ടാവാം പലപ്പോഴും അത് വന്നിരിക്കുന്നത്. അപ്പം നമുക്കിപ്പോൾ ഒരു ലേറ്റസ്റ്റ് ഇതായിട്ട് പറയുന്ന ലീക്കി ഗട്ട് സിൻഡ്രോം എന്നൊക്കെ പറയും. അപ്പം നമ്മളിപ്പോൾ ഈ ഒത്തിരി കളറും പ്രിസർവേറ്റീവ്സും ഒക്കെ ഇട്ട് ഒത്തിരി കെമിക്കൽ ലേഡൻ ഫുഡാണ് ഒന്ന് കഴിക്കുന്നത്. രണ്ടാമത്തത് നമ്മൾ ടൂ മെനി ഐറ്റംസ് നമ്മളുടെ ഫുഡിൽ വരുന്നു. അപ്പം നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ ജീവിക്കാൻ ഉദ്ദേശിച്ച് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളുടെ കൂടി വന്ന ഒരു 200 കിലോമീറ്റേഴ്സിനുള്ളിൽ വളരുന്ന സാധനങ്ങൾ വെച്ച് സാമാന്യ രീതിയിൽ ജീവിച്ചു പോകുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇന്ന് കഴിക്കുന്ന, ഇപ്പോൾ കൊച്ചിയിലുള്ള ഒരാളാണെങ്കിൽ കഴിക്കുന്ന ഫുഡ് ചിലപ്പം അമേരിക്കയിൽ നിന്ന് വന്ന ആപ്പിളും ഇംഗ്ലണ്ടിൽ നിന്ന് വന്നതോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ടായ ഏതെങ്കിലും ഫ്രൂട്ടും, അങ്ങനെ മൾട്ടിപ്പിൾ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സാധനങ്ങളായിരിക്കും നമ്മൾ കഴിക്കുന്നത്. അതായത് പല ഇതിൽ വരുന്നത്. പിന്നെ അത് തന്നെ ഒരു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇന്ന് ഫ്രൂട്ട് സാലഡിനകത്ത് ഒരു 10 ഫ്രൂട്ട്സ് വേണമെങ്കിൽ നമുക്കിടാം. അപ്പം നമ്മൾ ഈ 5 ഇട്ടിട്ടുള്ളൂ, അതിൻ്റെ കൂടെ ഒരു ഐസ്ക്രീമും കൂടി ഇട്ട് നമ്മളൊരു ഫ്രൂട്ട് സാലഡ് കഴിക്കുക. അത്രയും സാധനങ്ങളെ നമ്മൾ പ്രോസസ്സ് ചെയ്യണം. ഈ 5 ഫ്രൂട്ടിനെയും വേണം. പിന്നെ ഈ ഫ്രൂട്ട് സാലഡിനകത്ത് മുഴുവൻ, ഐസ്ക്രീമിനകത്ത് മുഴുവൻ കെമിക്കലാണ്. ഷുഗറും കുറേ കെമിക്കലുകളും ഫ്ലേവേഴ്സും എല്ലാം കൂടെ വരും. ഇതുകൂടാതെ ഈ ട്രാൻസ്പോർട്ടേഷൻ സമയത്ത് അതിന് കേടുകൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന വാക്സ് മുതൽ ഉള്ള സാധനങ്ങളെല്ലാം ഇതിനകത്ത് കയറി വരും. അപ്പം ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയും തകരാറിലായിട്ടുണ്ടാവും. അപ്പം അതിനകത്ത് അൾസറുകളും മറ്റതും ഒക്കെ വന്ന്, അല്ലെങ്കിൽ അതിനകത്ത് അതായത് ലീക്സ് വന്നിട്ട് ഡൈജസ്റ്റ് ചെയ്യാത്ത സാധനം തന്നെ ബ്ലഡിലേക്ക് കയറിപ്പോകും. അപ്പം ഈ ബ്ലഡിലേക്ക് ഡൈജസ്റ്റ് ചെയ്യാത്ത സാധനം, ഡൈജസ്റ്റ് ചെയ്തത് തന്നെ ഓവർ ഫുഡാണ് കഴിക്കുന്നത്, അത് തന്നെ ഓവറാണ് കയറിപ്പോകുന്നത്. അപ്പം ഇതെല്ലാം കൂടെ കൂടിയായിരിക്കും ലിവറിന് പ്രോബ്ലം വരുമ്പോഴാണ് ഈ ഫാറ്റി ലിവർ വരുന്നത്. ഇത്തരം രോഗങ്ങൾ, ഹൈപ്പോതൈറോയിഡിസം ഒക്കെ ഉള്ള പേഷ്യൻസിന് നോക്കിയാൽ മിക്കവാറും പേർക്ക് ഒരു ഫാറ്റി ലിവറും ഉണ്ടാവും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഇൻഡസ്റ്റൈൻ, കുടലിന് സ്ട്രെസ് ഉണ്ട്, കുടല് കറക്റ്റായിട്ടല്ല പോകുന്നത്. അതുകൊണ്ടാണ് ലിവറിന് പ്രോബ്ലം വരുന്നത്. ലിവറാണ് നമ്മളുടെ എല്ലാ മെറ്റബോളിക് പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യേണ്ട, സാധനങ്ങളെല്ലാം ഉണ്ടാക്കണ്ടേ. അവിടെ കാര്യങ്ങൾ ശരിക്കും നടക്കുന്നില്ല. അപ്പൊ ഇമ്മ്യൂൺ സിസ്റ്റം കറക്റ്റ് ആകില്ല. ഇതെല്ലാം ഒരു ചെയിൻ ഓഫ് റിയാക്ഷൻ ആയിട്ടാണ് പോകുന്നത്. നമ്മൾ ആരും, നമ്മുടെ ഒരു ഓർഗനും ഒരു സെല്ലും ഇൻഡിപെൻഡന്റ് ആയിട്ടല്ല വർക്ക് ചെയ്യുന്നത്. ഇത് നമ്മളൊരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഒരു രാജ്യത്ത് ഒരു പ്രോബ്ലം ഉണ്ടായത് എല്ലാവരെയും അഫക്റ്റ് ചെയ്യും. ഇപ്പൊ നമുക്ക്, അല്ലെങ്കിൽ ലോകത്ത്, ഇന്നിപ്പോ നമ്മൾ ഗ്ലോബലൈസേഷന്റെ കാലത്ത് ഒരു ഉക്രൈൻ വാർ തന്നെ എല്ലാ രാജ്യങ്ങളെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇപ്പൊ നമ്മൾ കുറച്ച് അതിനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, നമ്മൾ നമ്മളുടെ ഒരു സ്റ്റേറ്റിൽ ഒരു പ്രോബ്ലം വന്നാൽ അത് അവിടെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ഓൾ സ്റ്റേറ്റിലേക്ക് അത് വ്യാപിക്കും. എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ ഒരു സിസ്റ്റത്തിന് ഒരു പ്രോബ്ലം വന്നു, അവിടെ നമ്മൾ അതിനെ കണ്ടെയ്ൻ ചെയ്ത് അവിടെ വെച്ച് നിർത്താൻ നോക്കിയില്ലെങ്കിൽ അത് ഓരോന്നായിട്ട് മറ്റ് ഓർഗൻസിനെ ബാധിക്കും. അതുകൊണ്ടാണ് വയറിന്റെ പ്രശ്നങ്ങൾ, നമ്മൾ ഈ ആവശ്യമില്ലാത്ത സാധനം എല്ലാം, നമ്മൾക്ക് പറ്റാത്ത സാധനം, ആവശ്യമില്ലാത്തതും നമുക്ക് വേണ്ടാത്തതും പോയിസണസ് ആയിട്ടുള്ളതും എല്ലാം കൂടെ എടുത്ത് കഴിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഒരു വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടിക്ക് നമ്മൾ ഫ്യൂവൽ ഇടുന്നത് നമ്മൾ നോക്കും. കറക്റ്റായിട്ടുള്ള പെട്രോൾ ഒഴിക്കാൻ നമ്മൾ പുത്തനൊരു വണ്ടിയൊക്കെ മേടിച്ചതാണെങ്കിൽ ഡെഫിനറ്റ്ലി, അത് പുത്തനല്ല പഴയ വണ്ടിയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് നമ്മളത് കെയർ എടുക്കും. പക്ഷെ നമ്മളുടെ ഭക്ഷണം കഴിക്കുന്നതിനകത്ത് എന്താണ് അതിനകത്ത് ഉള്ളതെന്ന് പോലും ആരും നോക്കുന്നില്ല. അതിൽ ടേസ്റ്റ് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം നാച്ചുറലി ഈ രോഗങ്ങളെല്ലാം വരും. നമ്മൾ ടേസ്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എന്തും കേൾക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ അല്ല, ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഒരു 27 വയസ്സേ ഉള്ളൂ ഒരു പേഷ്യന്റ്. അതായത് വെരി ഓവർ വെയിറ്റ് ആണ്, കിഡ്നി ഫെയിൽ ചെയ്തിരിക്കുകയാണ്. അപ്പം ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ ഇപ്പം അറ്റ്ലീസ്റ്റ് ക്രിയാറ്റിനൊക്കെ ഒത്തിരി കൂടി നിൽക്കുക, എന്നാലും ഛർദിൽ വരുന്നില്ല. പുള്ളിക്ക് പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കണം. കഴിക്കാവുന്നത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോഴും, ഇത്രയായിട്ട്.
കഴിച്ചാല് ഛർദ്ദിക്കാൻ വരുന്ന പോലെയൊക്കെ ഉണ്ടെങ്കിലും പിന്നെയും കഴിക്കും. സാധാരണ നിലയിൽ ഒരു 10 മുകളിലേക്കൊക്കെ ക്രിയാറ്റിനൊക്കെ വരുമ്പോഴേക്കും വോമിറ്റിംഗ് ടെൻഡൻസി വരും. പക്ഷെ ലക്കിലി അപ്പോഴേക്കും നീരും ഒക്കെ വന്ന് പിന്നെ ഒന്നും ചെയ്യാൻ മേലാത്ത നിലയാകും. പക്ഷെ യൂറിൻ പാസ് ചെയ്യുന്നതിന് എപ്പോഴും പ്രോബ്ലം വന്നിട്ടില്ല. അപ്പം ശരിക്കും വീണ്ടും ഒരു പോസിബിലിറ്റി ഉള്ളതാണ് അവിടെ ഒന്ന് കൺട്രോൾ ചെയ്യാനോ ഒരു ചാൻസ് ഉണ്ട്. പക്ഷെ അപ്പൊ ഇത്രയും രോഗം വന്നിട്ട് പോലും ഫുഡ് കൺട്രോൾ ചെയ്യാൻ വില്ലിങ്നെസ് കാണിക്കുന്നില്ല, ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ വില്ലിങ്നെസ് കാണിക്കുന്നില്ല. അങ്ങനെയുള്ള പേഷ്യൻസും ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇത്രയും രോഗമാണ്, ഇത്രയും നമ്മുടെ രോഗത്തിന്റെ കാരണം നമ്മളുടെ ലൈഫ് സ്റ്റൈലാണ്, നമ്മളുടെ ഫുഡാണ് എന്ന് മനസ്സിലാക്കിയാൽ പോലും അത് കൺട്രോൾ ചെയ്യാനുള്ള വിൽ പവർ കാണിക്കുന്നില്ല. അതാണ്. അപ്പൊ അത് നമ്മൾ ഉണ്ടാക്കിയെടുത്തേ പറ്റുള്ളൂ. നമുക്കൊരു രോഗം വന്നാൽ നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റിയിലേക്ക് നമ്മൾ വരാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ലൈവിന്റെ സമയം ഇവിടെ അവസാനിക്കുകയായി. അടുത്ത ആഴ്ച വേറൊരു വിഷയവുമായിട്ട് വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.